ഹലോ ഹലോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും കേൾക്കാൻ പ്രശ്നമോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ AE ബാച്ചിന്റെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കണം. ഹലോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും കേൾക്കാൻ പ്രശ്നമോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ AE ബാച്ചിന്റെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കണം. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? കേൾക്കാമോ? ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ട് മിസ്. അപ്പൊ നമ്മൾ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇംഗ്ലീഷ് ബോണ്ട് ആയിരുന്നു. നെക്സ്റ്റ് ബോണ്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലെമിഷ് ബോണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ ആ AE ബാച്ചിന്റെ ഗ്രൂപ്പിലേക്ക് അപ്പൊ തന്നെ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ പറയണം കേട്ടോ, മടിക്കാതെ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഫ്ലെമിഷ് ബോണ്ടാണ്. ആദ്യം നമുക്ക് ഫ്ലെമിഷ് ബോണ്ട് നോക്കാം. അപ്പൊ ഫ്ലെമിഷ് ബോണ്ടിന്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതില് ഇംഗ്ലീഷ് ബോണ്ടിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നേ? ഇംഗ്ലീഷ് ബോണ്ടില് ഒരു കോഴ്സ് കംപ്ലീറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ അടുത്ത കോഴ്സ് ഓഫ് ബ്രിക്കില് കംപ്ലീറ്റ് ഹെഡർ ആയിരിക്കും. അങ്ങനെ ഒരു കോഴ്സിൽ സ്ട്രക്ചർ ദെൻ ഹെഡർ. അപ്പൊ ഓൾട്ടർനേറ്റ് കോഴ്സസില് ഹെഡറും സ്ട്രക്ചറും മാറി മാറി വരുന്നതാണ് നമ്മുടെ ഇംഗ്ലീഷ് ബോണ്ട്. ഇനി ഫ്ലെമിഷ് ബോണ്ടിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡറും സ്ട്രക്ചറും സെയിം കോഴ്സിൽ തന്നെ വരുന്നതാണ് ഫ്ലെമിഷ് ബോണ്ട്. ഇപ്പൊ ഈ ഫ്ലെമിഷ് ബോണ്ടിന്റെ ഫസ്റ്റ് കോഴ്സ് നമുക്ക് ശ്രദ്ധിക്കാം. ഇതാണ് ഫ്ലെമിഷ് ബോണ്ടിന്റെ ഫസ്റ്റ് കോഴ്സ്. ഫസ്റ്റ് കോഴ്സിൽ തന്നെ ഇനി ഇതിന്റെ അറേഞ്ച്മെന്റ് എന്താന്ന് നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കോർണറിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ക്യൂൻ ഹെഡർ നമ്മൾ കൊടുക്കും. ദെൻ ഒരു ക്യൂൻ ക്ലോസർ കൊടുക്കും. ആദ്യം തന്നെ ഒരു ക്യൂൻ ഹെഡർ കൊടുക്കും, ദെൻ ഒരു ക്യൂൻ ക്ലോസർ കൊടുക്കും. അതിനുശേഷം നമ്മൾ ഒരു സ്ട്രെച്ചർ ബോണ്ട്, ദെൻ ഹെഡർ ബോണ്ട്, സ്ട്രെച്ചർ, ഹെഡർ, അങ്ങനെ കൊടുത്തു പോകും. ഫ്ലെമിഷ് ബോണ്ടിന്റെ പ്രത്യേകത എന്താ? ഒരു കോഴ്സിൽ തന്നെ സ്ട്രെച്ചർ വരും, ദെൻ ഹെഡർ, സ്ട്രെച്ചർ, ഹെഡർ, അങ്ങനെ ഒരു കോഴ്സിൽ തന്നെ സ്ട്രക്ചറും ഹെഡറും കൊടുക്കുന്നതാണ് ഫ്ലെമിഷ് ബോണ്ടിന്. ഇനി ഫ്ലെമിഷ് ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇംഗ്ലീഷ് ബോണ്ടിൽ നമ്മൾ പറഞ്ഞു ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് അതിന് തൊട്ട് താഴെയുള്ള സ്ട്രക്ചറിന്റെ സെൻട്രലി പ്ലേസ്ഡ് ആയിരിക്കുന്നു. എന്നാൽ നമുക്ക് ഫ്ലെമിഷ് ബോണ്ടിൽ ഒന്ന് നോക്കാം. ഈ ഒരു ഹെഡർ തൊട്ട് താഴെയുള്ള സ്ട്രക്ചറിന്റെ സെന്ററിലാണ്. ദെൻ അടുത്തത് ഒരു സ്ട്രക്ചർ ആണ് വരുന്നത്. പിന്നെ വരുന്ന ഹെഡർ എഗെയിൻ ഈ സ്ട്രക്ചറിന്റെ മിഡിലാണ് വരുന്നത്. വീണ്ടും ഈ വരുന്ന ഹെഡർ ഇവിടെയുള്ള ഈ സ്ട്രക്ചറിന്റെ സെന്ററിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുക. ഇതാണ് ഫ്ലെമിഷ് ബോണ്ട്. അപ്പൊ ഫ്ലെമിഷ് ബോണ്ടിന്റെ പ്രത്യേകതകൾ നമുക്ക് പറയാം. ഫ്ലെമിഷ് ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ടിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബോണ്ട് കാണാൻ അത്ര ഭംഗിയില്ല. എലിവേഷനിലും അത്ര ഭംഗിയില്ലാത്ത ഒരു അപ്പിയറൻസ് വൈസ് നോക്കുമ്പോൾ ഫ്ലെമിഷ് ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ടിനേക്കാളും ബെറ്റർ ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ കാര്യം അങ്ങനെ പറയാം നമുക്ക്. ഫ്ലെമിഷ് ബോണ്ടാണ് അപ്പിയറൻസ് വെച്ച് പറയുമ്പോൾ ഇംഗ്ലീഷ് ബോണ്ടിനേക്കാളും നല്ലത് ഫ്ലെമിഷ് ബോണ്ടാണ്. പിന്നെ ഫ്ലെമിഷ് ബോണ്ടിന്റെ കാര്യം പറയുന്നത് ഫ്ലെമിഷ് ബോണ്ടില് ഒരു കോഴ്സിൽ തന്നെ ഹെഡറും സ്ട്രക്ചറും മാറി മാറി വരുന്നു. ഒരു കോഴ്സിൽ തന്നെ ഹെഡർ കോഴ്സും ഉണ്ടായിരിക്കും,
ഹെഡറും ഉണ്ടായിരിക്കും, സ്ട്രക്ചറും ഉണ്ടായിരിക്കും. ദെൻ അടുത്തത് നമുക്ക് പറയേണ്ടത് ഫ്ലമിഷ് ബോണ്ടില് നമ്മൾ ഒരു ക്യൂൻ ക്ലോസർ കൊടുക്കും. ഓൾട്ടർനേറ്റ് കോഴ്സസിൽ ഇവിടെ നോക്കുക, ഫസ്റ്റ് കോഴ്സ് ഞാനൊരു 3 കോഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കോഴ്സിൽ ആദ്യം ഒരു ക്യൂൻ ഹെഡർ കൊടുക്കും, ദെൻ ഒരു ക്യൂൻ ക്ലോസർ കൊടുക്കും. അതിനുശേഷമാണ് സ്ട്രക്ചർ ഹെഡർ അങ്ങനെ പോകുന്നത്. അടുത്ത കോഴ്സ് എടുത്തു കഴിയുമ്പോൾ വീണ്ടും സ്ട്രക്ചർ കൊടുക്കുന്നു, ഹെഡർ കൊടുക്കുന്നു, സ്ട്രക്ചർ കൊടുക്കുന്നു, അങ്ങനെ പോകും. ഇനി തൊട്ടടുത്ത കോഴ്സിൽ വീണ്ടും നമ്മൾ ഒരു ക്യൂൻ ഹെഡർ കൊടുക്കും, അതിനുശേഷം ക്യൂൻ ക്ലോസർ കൊടുക്കും, പിന്നെയാണ് സ്ട്രക്ചർ ഹെഡർ അങ്ങനെ പോകുന്നത്. അപ്പൊ നമുക്ക് ഫ്ലമിഷ് ബോണ്ട് ഒന്ന് പറയാം. ഫ്ലമിഷ് ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് ഫ്ലമിഷ് ബോണ്ട് അപ്പിയറൻസ്, ഇംഗ്ലീഷ് ബോണ്ടിനെ വെച്ച് കൂടുതൽ അപ്പിയറൻസ് നൽകുന്നത് ഫ്ലമിഷ് ബോണ്ട് ആണ്. ദെൻ ഇൻ എവറി കോഴ്സ് the header and structure are placed alternatively. ഓരോ കോഴ്സിലും ഹെഡറും സ്ട്രക്ചറും ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇൻ എവറി കോഴ്സ് ദ ഹെഡർ ആൻഡ് സ്ട്രക്ചർ ആർ പ്ലേസ്ഡ് ഓൾട്ടർനേറ്റീവ്ലി. ഇനി അടുത്ത ഒരു കാര്യം പറയേണ്ടത് ദ ക്യൂൻ ക്ലോസർ ഈസ് പുട്ട് നെക്സ്റ്റ് ടു എ ക്യൂൻ ഹെഡർ ഇൻ ഓൾട്ടർനേറ്റ് കോഴ്സ്. ഓൾട്ടർനേറ്റ് കോഴ്സിൽ ഫസ്റ്റ് കോഴ്സിൽ ഒരു ക്യൂൻ ഹെഡർ കൊടുത്തു, അതുപോലെ ഒരു ക്യൂൻ ക്ലോസർ കൊടുത്തു. അടുത്ത ലെയറിൽ അതില്ല. ദെൻ അത് കഴിഞ്ഞ് വരുന്നതിൽ എഗെയിൻ ഒരു ക്യൂൻ ഹെഡറും ഒരു ക്യൂൻ ക്ലോസറും കൊടുക്കും. ഇങ്ങനെ എ ക്യൂൻ ക്ലോസർ ഈസ് പുട്ട് നെക്സ്റ്റ് ടു എ ക്യൂൻ ഹെഡർ ഇൻ ഓൾട്ടർനേറ്റ് കോഴ്സ്. അതാണ് അതിന്റെ രണ്ടാമത്തെ പ്രത്യേകത. ഇനി മൂന്നാമത്തത് എവരി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ബിലോ ഇറ്റ്. ഇംഗ്ലീഷ് ബോണ്ടിലാണെങ്കിലോ ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആയിരിക്കും സ്ട്രക്ചറിന് സെൻട്രലി പ്ലേസ് ചെയ്യുക. എന്നാൽ ഫ്ലമിഷ് ബോണ്ടിലെ എവരി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ബിലോ ഇറ്റ്. ഇത്രയാണ് നമുക്ക് ഫ്ലമിഷ് ബോണ്ടിൽ പഠിക്കാനുള്ളത്. ഇനി ഫ്ലമിഷ് ബോണ്ടിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിംഗിൾ ഫ്ലമിഷ് ബോണ്ട് ആൻഡ് ഡബിൾ ഫ്ലമിഷ് ബോണ്ട്. എന്താണ് സിംഗിൾ ഫ്ലമിഷ് ബോണ്ട്, എന്താണ് ഡബിൾ ഫ്ലമിഷ് ബോണ്ട് എന്ന് നോക്കാം. അപ്പോ സ്ട്രെങ്ത് ഈ സിംഗിൾ ഫ്ലമിഷ് ബോണ്ടിനും ഡബിൾ ഫ്ലമിഷ് ബോണ്ടിനും സ്ട്രെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. ഏത് ഫ്ലമിഷ് ബോണ്ടിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാമോ? സിംഗിൾ ഫ്ലമിഷ് ബോണ്ട്, ഡബിൾ ഫ്ലമിഷ് ബോണ്ട്. ഫ്ലമിഷ് ബോണ്ടിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഏതിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. സിംഗിൾ ഫ്ലമിഷ് ബോണ്ട്, ഡബിൾ ഫ്ലമിഷ് ബോണ്ട്. ഡബിൾ ഫ്ലമിഷ് ബോണ്ട്. അപ്പൊ അതാണ് അവിടെ ഒരു മിസ്റ്റേക്ക് വരുന്നത്. നമുക്ക് ഡബിൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ആൻസർ ചെയ്യാം ഡബിൾ ഫ്ലമിഷ് ബോണ്ട് എന്നത് തന്നെയാണ്. പക്ഷെ സ്ട്രെങ്ത് ഓഫ് സിംഗിൾ ഫ്ലമിഷ് ബോണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ സ്ട്രെങ്ത് ഓഫ് ഡബിൾ ഫ്ലമിഷ് ബോണ്ട് എന്നാണ്. സിംഗിൾ ഫ്ലമിഷ് ബോണ്ടിനാണ് സ്ട്രെങ്ത് കൂടുതൽ. നമ്മൾ സിംഗിൾ ഡബിൾ കേൾക്കുമ്പോൾ അതപ്പോ നമുക്ക് തെറ്റിപ്പോകാൻ ഒരു ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ സ്ട്രെങ്ത് കൂടുതൽ ഫ്ലമിഷ് ബോണ്ടിൽ ഇതിൽ ഏതിനാണ് സ്ട്രെങ്ത് കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ സിംഗിൾ ഫ്ലമിഷ് ബോണ്ട് ആണ്. ഇനി എന്തുകൊണ്ടാണ് ആ സിംഗിൾ എന്നും ഡബിൾ എന്നും വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഈ ഫ്ലമിഷ് ബോണ്ട് സിംഗിൾ ഫ്ലമിഷ് ബോണ്ട്, ഡബിൾ ഫ്ലമിഷ് ബോണ്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിക്കിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ വാൾ തിക്നെസ് 1.5 ബ്രിക്കിനേക്കാൾ ഹയർ തിക്നെസ് വരുമ്പോൾ ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സിംഗിൾ ഫ്ലമിഷ് ബോണ്ട്, ഡബിൾ ഫ്ലമിഷ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാൾ ഫേസിൽ ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലമിഷ് ബോണ്ടും തമ്മിലുള്ള ഒരു അപ്പിയറൻസ് വൈസ് പറഞ്ഞു. ഇംഗ്ലീഷ് ബോണ്ട് കാണാൻ അത്ര ഭംഗിയില്ല, ഫ്ലമിഷ് ബോണ്ട് കാണാൻ ഭംഗിയുണ്ട്. അപ്പോ ഒരു വാളിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത് ഫ്ലമിഷ് ബോണ്ട് ആയിട്ടും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ അത് ഇംഗ്ലീഷ് ബോണ്ട് ആയിട്ടും കാണുകയാണ്. അത്തരം ഫ്ലമിഷ് ബോണ്ടിനെയാണ് സിംഗിൾ ഫ്ലമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഫ്ലമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ഒരു വാളിന്റെ വാൾ ഫേസിൽ നിന്ന് നോക്കിയാലും അതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാലും എലിവേഷനിൽ ഭംഗിയുണ്ട്. ഫ്ലമിഷ് ബോണ്ട് ആണെങ്കിൽ അതിനെയാണ് ഡബിൾ ഫ്ലമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. പക്ഷെ സ്ട്രെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒത്തിരി വാൾ തിക്നെസ് വരുന്ന കേസിലൊക്കെ ഈ ഫ്ലമിഷ് ബോണ്ടിൽ ഒത്തിരി ബ്രിക്ക് ബാറ്റ് ഒക്കെ ഹാഫ് ബ്രിക്ക് ബാറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ഈ നമ്മുടെ വാളിന്റെ സ്ട്രെങ്ത് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് ആണെങ്കിൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഫ്ലമിഷ് ബോണ്ടില് ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക,
ഫ്ലമിഷ് ബോണ്ട്, ഒത്തിരി വിട്ടുള്ള ഫ്ലമിഷ് ബോണ്ടാണ് നമ്മൾ വോള് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നതെങ്കിൽ ഒത്തിരി ബ്രിക്ക് ബാറ്റ് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ വാളിന് സ്ട്രെങ്ത് കുറയും. അങ്ങനത്തെ കേസില് ഫ്രണ്ടില് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് ആയിട്ടും ബാക്കിൽ ഇംഗ്ലീഷ് ബോണ്ട് ആയിട്ടുമാണ് കൊടുക്കണമെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയാം. ഇനി ഫ്രണ്ടിലും ബാക്കിലും ഫ്ലെമിഷ് ബോണ്ട് ആണ് കാണുന്നതെങ്കിൽ അതിനെ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നു. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടില് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സൈഡിൽ നമ്മൾ ഫ്ലെമിഷ് ബോണ്ടും ബാക്കിൽ ഇംഗ്ലീഷ് ബോണ്ടും, അപ്പൊ അതിന് സ്ട്രെങ്ത് കൂടെ കിട്ടും. ബാക്കിൽ ആ ഇംഗ്ലീഷ് ബോണ്ട് കൊടുക്കുമ്പോൾ ആ ഒരു സ്ട്രെങ്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് പറയാം സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്, അത് സ്ട്രെങ്ത് വെച്ച് പറയുന്നതല്ല. ഒരു സൈഡിൽ മാത്രം ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിൽ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്, രണ്ട് സൈഡിലും ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിൽ അത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. അപ്പൊ സ്ട്രെങ്ത് കൂടുതൽ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിനാണ്. പക്ഷെ ഈ പറയുന്ന പോലെ അത്രയും തിക്നെസ്സിലുള്ള വോളൊക്കെ അതൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അതൊന്നും പ്രാക്ടീസ് ഇല്ല. പക്ഷെ നമുക്ക് PSCക്ക് അതൊക്കെ അറിഞ്ഞിരിക്കാം. ക്ലിയർ ആണല്ലോ? അടുത്തത് 5th വൺ, ഗാർഡൻ വാൾ ബോണ്ട്. കേൾക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, ഇടയ്ക്ക് ഞാൻ ചോദിക്കാൻ വിട്ടുപോയാലും. അടുത്തത് ഗാർഡൻ വാൾ ബോണ്ട്. ഗാർഡൻ വാൾ ബോണ്ട് ആ പേരിൽ തന്നെയുണ്ട്. ഗാർഡൻ വർക്കുകൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗാർഡൻ വാൾ ബോണ്ട്. അതിനൊരു മാക്സിമം ഹൈറ്റ് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. ഒരു 2 മീറ്റർ വരെയാണ് അതിന്റെ മാക്സിമം ഹൈറ്റ്. ആ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കാം. പല ആവർത്തി പഠിച്ചാലാണ് ഈ എല്ലാ ബോണ്ടുകളെല്ലാം തന്നെ അതിന്റെ ഫിഗർ വെച്ച് അതിന്റെ അറേഞ്ച്മെന്റ് നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്താലാണ് ഓർത്തിരിക്കുക. അപ്പൊ ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം ഹൈറ്റ് 2 മീറ്റർ വരെയാണ്. പിന്നെ ഗാർഡൻ വർക്കുകൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള ഒരു വോൾ അല്ല, ഒട്ടും ലോഡ് എടുക്കുന്നതല്ല. സിംപ്ലി നമ്മൾ ഗാർഡൻ വർക്കുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഗാർഡൻ വാൾ ബോണ്ട് അഗെയിൻ 2 ടൈപ്പ് ഉണ്ട്. ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ടും ഉണ്ട്, ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടും ഉണ്ട്. അപ്പൊ നമ്മള് സ്ട്രക്ചർ ബോണ്ട് പഠിച്ചു, ഹെഡർ ബോണ്ട് പഠിച്ചു, ഇംഗ്ലീഷ് ബോണ്ട് പഠിച്ചു, ഫ്ലെമിഷ് ബോണ്ട് പഠിച്ചു. 5th വൺ ഗാർഡൻ വാൾ ബോണ്ട്. ഗാർഡൻ വാൾ ബോണ്ട് അഗെയിൻ 2ആയിട്ട് തിരിക്കാം. ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് എന്ന് നമുക്ക് 2ആയി തിരിക്കാം. അതിലിനി ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ട്, അപ്പൊ അത് ഇംഗ്ലീഷ് ബോണ്ടുമായിട്ട് അതിന് എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ടാണ് അതിന് ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇംഗ്ലീഷ് ബോണ്ടിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇംഗ്ലീഷ് ബോണ്ടിന്റെ പ്രത്യേകത ഒരു ഹെഡർ, ഒരു കോഴ്സിലെ ഹെഡർ ആണെങ്കിൽ അടുത്ത കോഴ്സിലെ സ്ട്രക്ചർ, ദെൻ ഹെഡർ, അങ്ങനെ ഓൾട്ടർനേറ്റ് കോഴ്സസിലെ ഹെഡറും സ്ട്രക്ചറും മാറി മാറി വരുന്നതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ട് നോക്കാം. ആദ്യത്തെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ കോഴ്സിൽ നമ്മളൊരു ക്യൂൻ ഹെഡർ, എപ്പോഴും ആദ്യം ഒരു ക്യൂൻ ഹെഡർ കൊടുക്കുക, ക്യൂൻ ക്ലോസർ കൊടുക്കുക. പിന്നത്തെ കോഴ്സിൽ കംപ്ലീറ്റ് ഹെഡർ കൊടുക്കുക. പിന്നെ വരുന്നതിൽ കംപ്ലീറ്റും സ്ട്രക്ചർ കൊടുക്കുക. പിന്നെ മിസ്സി സൗണ്ട് പോയല്ലോ. പിന്നെ ഒരു കോഴ്സ് ഹെഡർ കഴിഞ്ഞാൽ 3ഓ 5ഓ സ്ട്രക്ചർ കോഴ്സ് വരും. ഒരു ഹെഡർ, ദെൻ 3ഓ 5ഓ സ്ട്രക്ചർ കോഴ്സ്, അതിനുശേഷമാണ് ഒരു ഹെഡർ കോഴ്സ് വരിക. അവിടെ തന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, ആദ്യത്തെ കോഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഒരു ക്യൂൻ ഹെഡർ, ക്യൂൻ ക്ലോസർ, അതിനുശേഷം ഹെഡർ പ്ലേസ് ചെയ്യും. ദെൻ അടുത്ത ലെയറിൽ സ്ട്രക്ചർ. ഇനി അടുത്ത ലെയറിൽ ഒരു ഹെഡർ കൊടുത്തിട്ട് ബാക്കിയെല്ലാം സ്ട്രക്ചർ കൊടുക്കുക, പിന്നെ സ്ട്രക്ചർ. അപ്പോ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറയേണ്ടത്, ഒരു ഹെഡർ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3ഓ 5ഓ സ്ട്രക്ചർ കോഴ്സ് കൊടുക്കണം. ഒരു ഹെഡർ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3ഓ 5ഓ സ്ട്രക്ചർ കോഴ്സ് കൊടുക്കുക. അതിൽ തന്നെ ഈ 3, 5 സ്ട്രക്ചർ കോഴ്സിന്റെ അകത്ത് തന്നെ
ഓൾട്ടർനേറ്റ് സ്ട്രക്ചർ സ്റ്റാർട്ട് വിത്ത് എ ഹെഡർ. ഓൾട്ടർനേറ്റ് ആദ്യത്തെ സ്ട്രക്ചർ അങ്ങനെ പോയി, അടുത്ത സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഹെഡർ കൊടുത്തു. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നൊന്ന് പറയാമോ? എന്തുകൊണ്ടായിരിക്കാം ഓൾട്ടർനേറ്റ് സ്ട്രക്ചർ കോഴ്സിൽ ഒരു ഹെഡർ അവിടെ കൊടുത്തത്? ആരെങ്കിലും ഒന്ന് പറയൂ. ഹലോ, കേൾക്കുന്നില്ലേ? വെർട്ടിക്കൽ ജോയിന്റ്സ് അവോയ്ഡ് ചെയ്യാൻ. നമ്മള് അടുത്ത ലെയറിലും ഒരു സ്ട്രക്ചർ ആണ് കൊടുത്തതെങ്കിൽ ഈ ജോയിന്റ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ ജോയിന്റ് വരും. അത് നമ്മുടെ വാളിന്റെ സ്ട്രെങ്തിനെ കുറയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റ് സ്ട്രക്ചർ കോഴ്സിൽ ഒരു ഹെഡർ വെച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ സ്ട്രക്ചർ കൊടുക്കുന്നത്. ഇതാണ് ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഗാർഡൻ വാൾ. ഫ്ലമിഷ് ഗാർഡൻ വാൾ ബോണ്ട്. അപ്പൊ ഫ്ലമിഷ് ബോണ്ടുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. ഗാർഡൻ വാൾ ബോണ്ട് ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. ഇതിന്റെ ഫസ്റ്റ് കോഴ്സ് ശ്രദ്ധിക്കുക. അതില് ആദ്യം ഒരു ഹെഡർ കൊടുത്തു. അപ്പൊ നമ്മള് ഫ്ലമിഷ് ബോണ്ടിന്റെ പ്രത്യേകത എന്താ? ഫ്ലമിഷ് ബോണ്ടില് ഒരു കോഴ്സിൽ തന്നെ ഹെഡറും സ്ട്രക്ചറും മാറി മാറി വരുന്നുണ്ട്. ഒരു സിംഗിൾ കോഴ്സിൽ തന്നെ ഹെഡറും സ്ട്രക്ചറും മാറി വരുന്നു. ഗാർഡൻ വാൾ ബോണ്ട് ആയതുകൊണ്ട് കുറച്ചുകൂടെ അപ്പിയറൻസിന് വേണ്ടിയിട്ട് ഹെഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കോഴ്സിൽ 3 or 5 സ്ട്രക്ചർ കൊടുക്കും, വീണ്ടും ഹെഡർ കൊടുക്കും. ഇതാണ് ഒരു ഫ്ലമിഷ് ഗാർഡൻ വാൾ ബോണ്ടില് അറേഞ്ച്മെന്റ്. അപ്പൊ അതിൽ ആദ്യം ഒരു ഹെഡർ കൊടുക്കുന്നു. ദെൻ അതിന്റെ ഓരോ കാര്യങ്ങളും നോക്കിയിരുന്നു. ആദ്യം ഒരു ഹെഡർ കൊടുക്കും, ദെൻ ഒരു 3/4 ബ്രിക്ക് ബാറ്റ് കൊടുക്കും, അതിനുശേഷം ഒരു ഹെഡർ കൊടുക്കും. ദെൻ എല്ലാം സ്ട്രക്ചർ, എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 or 5 സ്ട്രക്ചർ കൊടുക്കും. അഗെയിൻ ഹെഡർ, വീണ്ടും 3 or 5 സ്ട്രക്ചർ. ആ കോഴ്സ് അങ്ങനെ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് കോഴ്സിൽ വന്നിട്ട് 3 സ്ട്രക്ചർ കൊടുക്കും, ദെൻ ഹെഡർ, പിന്നെ 3 or 5 സ്ട്രക്ചർ, അങ്ങനെ പോകും. അങ്ങനെ ഒരു കോഴ്സിൽ തന്നെ ഹെഡറും സ്ട്രക്ചറും, ഒരു ഹെഡർ കഴിഞ്ഞാൽ പിന്നെ 3 or 5 സ്ട്രക്ചർ ആണ് ആ സെയിം കോഴ്സിൽ കൊടുക്കുന്നത്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ബോണ്ടാണ് ഫ്ലമിഷ് ഗാർഡൻ വാൾ ബോണ്ട്. ഇനി ഫ്ലമിഷ് ഗാർഡൻ വാൾ ബോണ്ട് തന്നെ പഠിച്ചാൽ പോരാ, അതിന്റെ മറ്റു പേരുകളും സ്കോച്ച് ബോണ്ട് അല്ലെങ്കിൽ സസെക്സ് ബോണ്ട് എന്നിങ്ങനെ 2 പേരും കൂടി ഫ്ലമിഷ് ഗാർഡൻ വാൾ ബോണ്ടിനുണ്ട്. ഫ്ലമിഷ് ഗാർഡൻ വാൾ ബോണ്ടിന്റെ മറ്റു 2 പേരാണ് സ്കോച്ച് ബോണ്ട് ഓർ സസെക്സ് ബോണ്ട്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ വരുന്ന ഒരു ബോണ്ടാണ് മോങ്ക് ബോണ്ട്. മോങ്ക് ബോണ്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്ട്രക്ചറിന് ഒരു ഹെഡർ എന്ന രീതിയിലാണ് ഒരു കോഴ്സിൽ തന്നെ കൊടുക്കുന്നത്. 2 സ്ട്രക്ചറിന് ഒരു ഹെഡർ 2s+h എന്നാണ്. സിംഗിൾ കോഴ്സിൽ തന്നെ, ഈ ഒരു കോഴ്സിൽ തന്നെ ഫ്ലമിഷ് ഗാർഡൻ വാൾ ബോണ്ട് പോലെ തന്നെ ഉള്ള ഒരു ബോണ്ടാണ് മോങ്ക് ബോണ്ട്. മോങ്ക് ബോണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഹെഡറിന് 3 സ്ട്രക്ചർ എന്നതിന് പകരം ഒരു ഹെഡറിന് 2 സ്ട്രക്ചർ, ഒരു ഹെഡർ കഴിഞ്ഞാൽ പിന്നെ 2 സ്ട്രക്ചർ. അതാണ് മോങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. ഫ്ലമിഷ് ഗാർഡൻ വാൾ ബോണ്ടിന്റെ മറ്റൊരു പേരാണ് സ്കോച്ച് ബോണ്ട് അല്ലെങ്കിൽ സസെക്സ് ബോണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ബോണ്ട് പഠിക്കാം, റേക്കിംഗ് ബോണ്ട്. റേക്കിംഗ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ബ്രിക്കിന്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ഈ നമ്മുടെ മുറ്റത്തൊക്കെ അല്ലെങ്കിൽ പല ഫ്ലോറിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ ചില ബ്രിക്സ് ഇങ്ങനെ ചെരിച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ ചെരിച്ചു കൊടുക്കുന്ന ബോണ്ടിനെയാണ് റേക്കിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. ഒത്തിരി വീതി കൂടിയ വോളൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ റേക്കിംഗ് ബോണ്ടാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ചില ബ്രിക്സ് നമ്മൾ ചെരിച്ചു കൊടുക്കുന്ന, നമുക്ക് ഫിഗറിൽ കാണിക്കാം. റേക്കിംഗ് ബോണ്ട് ചെരിച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ബോണ്ടാണ് റേക്കിംഗ് ബോണ്ട്. പിന്നെ അത് ഉപയോഗിക്കുന്ന കണ്ടീഷൻസും നോക്കിയിരിക്കാം.
ചെരിച്ചു കൊടുക്കുക, ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ബോണ്ടാണ് റേക്കിംഗ് ബോണ്ട്. അതുപോലെ ഒത്തിരി വീതി കൂടിയ, ഒത്തിരി തിക്നെസ് കൂടിയ വോളിനൊക്കെയാണ് നമ്മൾ റേക്കിംഗ് ബോണ്ട് കൊടുക്കുക. ഇനി ഇപ്പൊ വീതി കൂടിയാന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതൊരു കോഴ്സിന്റെ പ്ലാൻ വ്യൂ ആണ്, ടോപ്പ് വ്യൂ ആണ്, പ്ലാൻ വ്യൂ ആണ് ഈ കാണിക്കുന്നത്. ഇതൊരു കോഴ്സ്, ആ ഒരു കോഴ്സിലെ ഒരു സ്ട്രക്ചർ ആണ്. ഇത് ഹെഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നു, ഇതൊരു സ്ട്രക്ചർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ മൊത്തം തിക്നെസ്, ഇതൊരു ഹാഫ് ബ്രിക്ക് വാൾ ആണ്, ഇതൊരു ഹാഫ് ബ്രിക്ക് വാൾ ആണ്. അപ്പൊ ഒരു ടോട്ടൽ ഇതൊരു 2 ബ്രിക്ക് വാൾ തിക്നെസ് ഉള്ള ഒരു വാളാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒത്തിരി തിക്നെസ് കൂടുതലായിട്ടുള്ള വാൾസിനാണ് നമ്മൾ റേക്കിംഗ് ബോണ്ട് ഉപയോഗിക്കുന്നത്. വീതി കൂടിയ വാൾസിനാണ് റേക്കിംഗ് ബോണ്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചെരിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഈ ഇന്റീരിയർ പോർഷനിലുള്ള ഈ ബ്രിക്സ് ആയിരിക്കും നമ്മൾ യൂഷ്വലി ചെരിച്ചു കൊടുക്കുക. ഇതിപ്പോ ചെരിച്ചു കൊടുക്കാത്ത ഒരു ഫിഗറാണ് ഞാൻ കാണിച്ചു തന്നത്. നല്ല വീതി കൂടിയ ഒരു വോളാണ്. റേക്കിംഗ് ബോണ്ട് വരുമ്പോ നമ്മൾ ഈ ഇന്റീരിയർ ആയിട്ടുള്ള ഈ ബ്രിക്കുകളെല്ലാം ചെരിച്ചു കൊടുക്കും. അത് നമ്മൾ കുറച്ച് അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ്, നല്ല അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ബ്രിക്ക് ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഇനി ഈ റേക്കിംഗ് ബോണ്ടിന് 3 പാറ്റേണുകളിൽ റേക്കിംഗ് ബോണ്ട് കൊടുക്കുന്നുണ്ട്. അവയാണ് ഡയഗണൽ ബോണ്ട്, ഹെറിംഗ് ബോണ്ട്, സിക്സാഗ് ബോണ്ട് എന്ന്. ഈ റേക്കിംഗ് ബോണ്ടിനെ വീണ്ടും നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ചെരിച്ചു കൊടുക്കുന്നത്, ഈ ചെരിവ്, ഈ ഇൻക്ലിനേഷൻ എങ്ങനെയാണ് ഇന്റീരിയർ ഇന്നർ സൈഡിലുള്ള ഈ ബ്രിക്കിനെ എങ്ങനെയൊക്കെ, ഏതൊക്കെ ഡയറക്ഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനനുസരിച്ച് റേക്കിംഗ് ബോണ്ടിനെ 3 ആയിട്ട് നമുക്ക് തിരിക്കാം. ഡയഗണൽ ബോണ്ട്, ഹെറിംഗ് ബോണ്ട്, സിക്സാഗ് ബോണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് അതൊന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഫിഗേഴ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം അതിന്റെ ടോപ്പ് വ്യൂ ആണ്, പ്ലാൻ വ്യൂ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോ ഇതാണ് ഔട്ട്സൈഡിലുള്ള ബ്രിക്ക്. ദെൻ ഇന്റീരിയറിലുള്ള ബ്രിക്കിന് ഇത് ഇങ്ങനെ ചെരിച്ച് ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ചെരിച്ചാണ് ബ്രിക്കുകൾ പ്ലേസ് ചെയ്തിട്ട് ഇന്റീരിയർ പോർഷനുകൾ. ഇങ്ങനെയാണ് നമ്മൾ ഒരു സൈഡിലേക്കാണ് അതിന്റെ ആ ഇൻക്ലിനേഷൻ, നമുക്ക് ഡയഗണൽ ബോണ്ട് വിളിക്കും. ഇനി ഹെറിംഗ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട്, ഹെറിംഗ് ബോണ്ട് ഫസ്റ്റ് ഡയഗണൽ ബോണ്ട്, ഹെറിംഗ് ബോണ്ട് ഇങ്ങനെ കൊടുക്കും. അപ്പൊ 2 രീതിയിൽ ഇൻക്ലിനേഷൻ കൊടുക്കുക. ഇതാണ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് സിക്സാഗ് ബോണ്ട്. സിക്സാഗ് ബോണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റീരിയർ പോർഷനില് ഇപ്പൊ ഒരെണ്ണം നമ്മൾ ഇങ്ങനെ ഒരു ഇൻക്ലിനേഷനിൽ കൊടുത്തു, അടുത്തത് വേണമെങ്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അത് നമുക്ക് വരയ്ക്കാൻ കുറച്ച് അങ്ങനെ ഒരു പ്രത്യേക ഒരു പാറ്റേൺ ഒന്നും ഇല്ലാതെ സിക്സാഗ് മാനറിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് സിക്സാഗ് ബോണ്ട്. ഇപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുത്തു, പിന്നെ ഇങ്ങനെ കൊടുക്കാം, സ്ട്രക്ചർ ആയിട്ടും ഹെഡർ ആയിട്ടും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ മാറി ഒരു കറക്റ്റ് പാറ്റേൺ ഫോളോ ചെയ്യാതെ ഇങ്ങനെ സിക്സാഗ് അറേഞ്ച്മെന്റിനെയാണ് സിക്സാഗ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റേക്കിംഗ് ബോണ്ടിലെ 3 പാറ്റേണുകളാണ് ഡയഗണൽ ബോണ്ട്, ഹെറിംഗ് ബോണ്ട്, സിക്സാഗ് ബോണ്ട്. അടുത്തത് നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഒന്ന് പറയാം. മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട്. ഏത് ബോണ്ടിനെയാണ് നമ്മൾ മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട്? കോർണർ വാളിനെയൊക്കെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ബോണ്ടിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട്. കോർണർ വാൾസിനെയൊക്കെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ബോണ്ടാണ്. അറിയാവോ? ആൻസർ ഡച്ച് ബോണ്ടാണ്. ഡച്ച് ബോണ്ടിനെയാണ് നമ്മൾ
മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് ആണ് ഡച്ച് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അത് നമുക്ക് കോർണർ വാൾസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ബോണ്ടാണ് ഡച്ച് ബോണ്ട്. ഡച്ച് ബോണ്ടിന്റെ പ്രത്യേകത നോക്കാം. ആദ്യത്തെ കോഴ്സിൽ നമ്മൾ ഹെഡർ കൊടുക്കുന്നു. അടുത്ത കോഴ്സിലാണെങ്കിൽ ഒരു 3/4 ബ്രിക്ക് ബാറ്റ് കൊടുക്കുന്നു. അതിനുശേഷം എല്ലാം സ്ട്രക്ചർ കൊടുക്കുന്നു. ദെൻ അഗെയിൻ അടുത്ത കോഴ്സിൽ ഹെഡർ കൊടുക്കുന്നു. അടുത്ത കോഴ്സിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതിൽ വരുന്ന ഓരോ കോഴ്സും ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് ബോണ്ടിനോട് സിമിലാരിറ്റി ഉണ്ടെന്ന് പറയാൻ കാരണം ഓൾട്ടർനേറ്റ് കോഴ്സസിൽ ഹെഡർ സ്ട്രക്ചർ അതങ്ങനെ മാറി മാറി വരുന്നു. പിന്നെ അതിൽ ആ ബ്രിക്കിന്റെ അറേഞ്ച്മെന്റ് നോക്കാം. ഫസ്റ്റ് കോഴ്സ് ഫുള്ളും ഹെഡർ കൊടുത്തു. അടുത്ത കോഴ്സിൽ വന്നിട്ട് 3/4 ബ്രിക്ക് ബാറ്റ് വയ്ക്കുക. ദെൻ എല്ലാം സ്ട്രക്ചർ. മൂന്നാമത്തെ കോഴ്സിൽ അഗെയിൻ എല്ലാം ഹെഡർ കൊടുക്കുക. നാലാമത്തെ കോഴ്സിൽ 3/4 ബ്രിക്ക് ബാറ്റിന് ശേഷം ഒരു ഹെഡർ കൊടുത്തിട്ട് എല്ലാം സ്ട്രക്ചർ ബോണ്ട് കൊടുക്കുക. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ കോഴ്സിൽ എല്ലാം ഹെഡർ, അടുത്തതിൽ 3/4 ബ്രിക്ക് ബാറ്റ് പ്ലസ് സ്ട്രക്ചർ, അടുത്തതിൽ ഹെഡർ, ദെൻ 3/4 ബ്രിക്ക് ബാറ്റ്, അതിനുശേഷം ഒരു ഹെഡർ വയ്ക്കുക, അതിനുശേഷം സ്ട്രക്ചർ വയ്ക്കുക. ഇതിനെയാണ് ഡച്ച് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഇതൊക്കെ പേരുകൾ അറിഞ്ഞിരിക്കുക. എട്ടാമത്തെ ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട്. ഇതിന്റെയൊക്കെ വേറെ പേരുകളും അറിഞ്ഞിരിക്കുക. സിൽവർ കോക്സ് ബോണ്ട് അല്ലെങ്കിൽ ക്യാവിറ്റി, സ്പെല്ലിംഗ് തെറ്റുണ്ട് കേട്ടോ, ക്യാവിറ്റി ടൈപ്പ് ബോണ്ട് എന്നാണ് വിളിക്കാൻ കാരണം ഈ ബോണ്ട് നമ്മൾ ഈ ഓരോ കോഴ്സും പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അകത്ത്, ഈ ബോണ്ടിന്റെ അകത്ത് ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. ഒരു ബ്രിക്ക് ഇല്ലാത്ത വോള് കംപ്ലീറ്റ് പണിത് കഴിയുമ്പോൾ ആ വോളിന്റെ അകത്ത് ഒരു ക്യാവിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്യാവിറ്റി ടൈപ്പ് ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട്, അതായത് ഒരു ലെയർ ബ്രിക്ക് വെച്ചതിന് ശേഷം എഡ്ജിൽ ഇത് ഇങ്ങനെ ബ്രിക്ക് വേറെ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അകത്തൊരു ക്യാവിറ്റി ഫോം ചെയ്യും. എഡ്ജിൽ നമ്മൾ ഇങ്ങനെ ബ്രിക്ക് പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ അകത്ത് വരുന്ന ഈ ഒരു പോർഷനിൽ ക്യാവിറ്റി ഫോം ചെയ്യും. അങ്ങനെ പ്ലേസ് ചെയ്ത് വീണ്ടും ഫുൾ ആയിട്ട് ഒരു ബ്രിക്ക് പ്ലേസ് ചെയ്യും. ദെൻ ഇങ്ങനെ പ്ലേസ് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് നമ്മുടെ വോള് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വോളിൽ ഒരു ക്യാവിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട്, അല്ലെങ്കിൽ സിൽവർ കോക്സ് ബോണ്ട്, അല്ലെങ്കിൽ ക്യാവിറ്റി ടൈപ്പ് ബോണ്ട് എന്നിങ്ങനെ 3 പേരും ഈ ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ടിന്റെ പേരുകളാണ്. ഇനി അടുത്തത് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. അടുത്ത 9th ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഒത്തിരി ബോണ്ടുകൾ പഠിക്കാനായിട്ട് ഓരോന്നും പല ആവർത്തി പഠിച്ചാലാണ് നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ബോണ്ടിന് സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ അതിന് മെയിൻ ആയിട്ട് ഒരു ഡ്രോബാക്ക് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടിന് അപ്പിയറൻസ് അത്ര പോരാന്നാണ്. അതിന് എസ്തെറ്റിക്കലി അതിന് അപ്പിയറൻസ് കുറവാണെന്നാണ് ഇംഗ്ലീഷ് ബോണ്ടിന്റെ ഒരു ഡ്രോബാക്ക്. അത് കളഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ബോണ്ടിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇച്ചിരി അപ്പിയറൻസ് അതിന് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോണ്ടാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. അതായത് ഇംഗ്ലീഷ് ബോണ്ടില് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബോണ്ടിന് കുറച്ചുകൂടെ അപ്പിയറൻസ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. നമുക്കത് നോക്കാം. ആദ്യത്തെ ഫസ്റ്റ് കോഴ്സിൽ നോക്കുക, ഒരു ക്യൂൻ ഹെഡർ, അതുപോലെ തന്നെ ക്യൂൻ ക്ലോസർ, ദെൻ എല്ലാം ഹെഡർ കൊടുത്തു. അടുത്ത കോഴ്സിൽ കംപ്ലീറ്റ് നമ്മൾ സ്ട്രക്ചർ കൊടുത്തു. അടുത്ത കോഴ്സിൽ ഹെഡർ, ക്യൂൻ ക്ലോസർ, ദെൻ എല്ലാം ഹെഡർ കൊടുത്തു. അതിനുശേഷം നാലാമത്തെ ലെയറിൽ വന്നിട്ട്, നാലാമത്തെ കോഴ്സിൽ വന്നിട്ട് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നു, ഒരു ഹെഡർ കൊടുക്കുന്നു, ബാക്കി എല്ലാം സ്ട്രക്ചർ കൊടുക്കുന്നു. ഇങ്ങനെ എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബോണ്ടിന് കുറച്ചുകൂടെ അപ്പിയറൻസ് കൂടുമെന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ബോണ്ടിനെയാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചത് സെന്റ് ആൻഡ്രൂസ് ആണ്. അതുകൊണ്ട് അതിനെ സെന്റ് ആൻഡ്രൂസ് ബോണ്ട് എന്നും പേരുണ്ട്. അടുത്തത് ഫേസിംഗ് ബോണ്ട്. ഫേസിംഗ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസിംഗ് ബോണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ സൈറ്റിൽ അത് PSC ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫേസിംഗ് ബോണ്ട്. ഇപ്പൊ നമ്മുടെ സൈറ്റിൽ പല ഹൈറ്റിലുള്ള ബ്രിക്കാണ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ പല ഹൈറ്റിലുള്ള ബ്രിക്കാണ് നമ്മൾ ഓരോ കോഴ്സും പ്ലേസ് ചെയ്യുമ്പോൾ ആ കോഴ്സിൽ തന്നെ ഒരു കോഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ചിലതിന്
10 സെന്റിമീറ്റർ ഹൈറ്റ് ആണെങ്കിൽ ചിലതിന് 7 സെന്റിമീറ്റർ ഹൈറ്റ്. അങ്ങനെ ഒരു കോഴ്സിൽ തന്നെ നമ്മൾ ഈ ബ്രിക്ക് എല്ലാം എടുത്തു വെച്ച് കഴിയുമ്പോൾ പല ഹൈറ്റിൽ നിൽക്കും. അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ കയ്യാല പോലെയൊക്കെ കിട്ടുമ്പോൾ കുറെ കല്ലുകൾ ഇങ്ങനെ പെറുക്കി പെറുക്കി കൂട്ടി വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അതേ രീതി തന്നെ നമ്മൾ ഒരു കോഴ്സ് ബ്രിക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ തന്നെ പല ഹൈറ്റിലുള്ള ബ്രിക്ക് ഉണ്ടാവും. അപ്പോ അത് നമ്മൾ മൈൻഡ് ആക്കില്ല. പിന്നെ അപ്പൊ ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് അടുത്ത പ്രാവശ്യം ഹൈറ്റ് കൂടിയത് വെക്കും. അങ്ങനെ വെച്ച് വരുമ്പോ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് കോഴ്സ് ബ്രിക്ക് വെച്ച് കഴിയുമ്പോൾ ഒരു കോഴ്സിൽ എത്തുമ്പോൾ ഇതിനെല്ലാം ഓൾമോസ്റ്റ് ഒരേ ഹൈറ്റ് എത്തിയിട്ടുണ്ടാവും. ആ ഹൈറ്റ് എത്തി കഴിയുമ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ബ്രിക്ക് എന്ന് പറഞ്ഞാൽ സെയിം ഹൈറ്റ് ഉള്ള ബ്രിക്ക് ആ കോഴ്സിൽ പ്ലേസ് ചെയ്യും. അഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഫേസിംഗ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ സൈറ്റില് ഡിഫറെന്റ് ഹൈറ്റിലുള്ള ബ്രിക്കാണ് അവൈലബിൾ എങ്കിൽ നമ്മൾ അതിനെ പ്ലേസ് ചെയ്ത് പോകും. അപ്പൊ ഒരു കോഴ്സ് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ആ കോഴ്സിൽ ചിലതിന് ഹൈറ്റ് കൂടുതലായിരിക്കും, ചിലതിന് ഹൈറ്റ് കുറവായിരിക്കും. ഒരേ ഹൈറ്റിൽ അത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത് വീണ്ടും അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്ത് അടുത്ത കോഴ്സ് പ്ലേസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് കോഴ്സ് എത്തിക്കഴിയുമ്പോൾ ടോപ്പിൽ ഒരേ ലെവലാകും. ആ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ലെയർ സെയിം ഹൈറ്റ് ഉള്ള ബ്രിക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഫേസിംഗ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോ PSCക്ക് അത് ചോദിച്ചിട്ടുള്ളത് രണ്ട് വ്യത്യസ്ത സൈസിലുള്ള ബ്രിക്കുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ബോണ്ട് ഏതാണെന്ന് നമ്മോട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ ഫേസിംഗ് ബോണ്ട് ആണ്. രണ്ട് ഡിഫറെന്റ് സൈസിലുള്ള ബ്രിക്കുകൾ സൈറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അത്തരം ബ്രിക്കുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ബോണ്ടാണ് ഫേസിംഗ് ബോണ്ട്. ദെൻ നമുക്ക് ബ്രിക്ക് മേസൺറിയിലെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ആൻസർ ചെയ്യാം. ഇപ്പൊ രണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വോൾസ് മീറ്റ് ചെയ്യുന്ന ആ ഒരു എഡ്ജിനെ എന്താണ് നമ്മൾ പറയുക? രണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വോൾസ് മീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുക? കേൾക്കാൻ പറ്റുന്നുണ്ടോ? രണ്ട് സൈഡിൽ നിന്ന് പല വാളുകളും നമ്മൾ മീറ്റ് ചെയ്യുന്നത് നമ്മുടെ റൂമുകളിലൊക്കെ ആണെങ്കിലും അഡ്ജസന്റ് വാളുകൾ രണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്നതാണ്. അത് മീറ്റ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് നമ്മൾ സാധാരണ എന്താണ് പറയുക? കേൾക്കാൻ പറ്റാത്തോണ്ടാണോ നിങ്ങൾ ആൻസർ ചെയ്യാത്ത, അതോ അറിയാത്തോണ്ടോ? ഹലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പറയാമോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട്? പറയാമോ? ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഒന്ന് പറയാമോ? രണ്ട് വോളുകൾ മീറ്റ് ചെയ്യുന്ന ആ ഒരു എഡ്ജിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾ എന്തെങ്കിലും ഗസ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വോൾസ് മീറ്റ് ചെയ്യുന്നതിന് നമ്മൾ കണക്ഷൻ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ജംഗ്ഷൻ ഒക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു, ഇപ്പൊ ആരും പറഞ്ഞില്ല. അപ്പൊ അതിനെ നമ്മൾ കണക്ഷൻ എന്നാണ് വിളിക്കുന്നത്. കണക്ഷൻ നമ്മൾ രണ്ട് വോളുകൾ, രണ്ട് ഡിഫറെന്റ് ഒരു റൂം തന്നെ എടുക്കുകയാണെങ്കിൽ ഓരോ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വോളുകൾ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരേ കണക്ഷൻ. അപ്പൊ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര കണക്ഷൻ ഉണ്ടാകും? എത്ര കണക്ഷൻ ഉണ്ടാകും? 4 കണക്ഷൻ ഉണ്ടായിരിക്കും. അടുത്തടുത്തുള്ള രണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വാൾ മീറ്റ് ചെയ്തുണ്ടാകുന്ന കണക്ഷൻസ് അങ്ങനെ 4 ഉണ്ടാവും. ഈ കണക്ഷനെ തന്നെ നമുക്ക് എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ ഫിഗർ ഒന്ന് ജംഗ്ഷൻ എന്നും ക്യൂൻസ് എന്നും നമുക്ക് രണ്ടായിട്ട്
ക്യൂൻ ഹെഡർ അതുപോലെ തന്നെ ക്യൂൻ ക്ലോസർ രണ്ടിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്യൂൻ ഹെഡറിന്റെ സ്പെല്ലിംഗ് QUOIN QUOIN ആണ് ക്യൂൻ ഹെഡർ. രണ്ടും പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ ക്യൂൻ തന്നെയാണ്. ക്യൂൻ ഹെഡറിന്റെ സ്പെല്ലിംഗ് QUOIN ഉം ക്യൂൻ ക്ലോസറിന്റെ സ്പെല്ലിംഗ് QUEEN ആണ്. അപ്പൊ ഇവിടെ നമ്മളതല്ല പറഞ്ഞു. കണക്ഷൻ രണ്ട് തരത്തിലുണ്ട്. ജംഗ്ഷൻസ് ഒരു കണക്ഷൻ ആണ്, അതുപോലെ ക്യൂൻസ് ഒരു കണക്ഷൻ ആണ്. ജംഗ്ഷനെ തന്നെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷൻ ഉണ്ട്, സ്ക്വയൻഡ് ജംഗ്ഷൻ ഉണ്ട്. റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനെ തന്നെ നമുക്ക് രണ്ടായിട്ടിരിക്കാൻ നോക്കുക. അതെ, ഇങ്ങനെ പോകുന്ന ഒരു വോള് ഇങ്ങനെ വന്നു, അപ്പൊ അത് ആ ഷേപ്പിൽ തന്നെ ഉണ്ട് T ജംഗ്ഷൻ. അതുപോലെ ക്രോസ് ജംഗ്ഷൻ, രണ്ട് വോളുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാണ്, ഇതൊരു ക്രോസ് ജംഗ്ഷൻ ആണ്. അപ്പൊ അത് ഫിഗർ വെച്ച് തന്നെ പഠിക്കുക. ജംഗ്ഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനും സ്ക്വയൻഡ് ജംഗ്ഷനും. റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും രണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിലുള്ള വോൾ മീറ്റ് ചെയ്യുക. അതിൽ തന്നെ T ജംഗ്ഷൻ ഉണ്ട്, ഒരു വോൾ ഇങ്ങനെ ഒരു വോൾ ഇങ്ങനെ T ഷേപ്പിൽ. പിന്നെ ക്രോസ് ജംഗ്ഷൻ. ഇനി ജംഗ്ഷനിൽ തന്നെ സ്ക്വയൻഡ് ജംഗ്ഷൻ നോക്കാം. സ്ക്വയൻഡ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ റൈറ്റ് ആംഗിൾ അല്ല, ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് വോൾ, ഇങ്ങനെയാണ് സ്ക്വയൻഡ് ജംഗ്ഷൻ. അഗെയിൻ നമുക്ക് ക്യൂൻസ് ഒന്ന് നോക്കാം. ക്യൂൻസും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആംഗിൾഡ് ക്യൂൻസും ഉണ്ട്, സ്ക്വയൻഡ് ക്യൂൻസും ഉണ്ട്. റൈറ്റ് ആംഗിൾഡ് ക്യൂൻസ് വന്നിട്ട് ഇങ്ങനെ. ക്യൂൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു കോർണർ ആണ് ഉദ്ദേശിക്കുന്നത്. ക്യൂൻസ് രണ്ട് വോള് വന്ന് ഈ ഒരു കോർണർ, ഇത് റൈറ്റ് ആംഗിൾഡ് ക്യൂൻ ആണ്. ഇനി സ്ക്വയൻഡ് ക്യൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അക്യൂട്ട് സ്ക്വയൻഡും ഉണ്ട്, ഒബ്സ്റ്റ്യൂസ് സ്ക്വയൻഡും ഉണ്ട്. അതും പേരിൽ തന്നെ ഉണ്ട്, ലെസ് ദാൻ 90. ഈ ഒരു കോർണർ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ലെസ് ദാൻ 90 ആണെങ്കിൽ അത് അക്യൂട്ട് സ്ക്വയൻഡും, ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ അത് ഒബ്സ്റ്റ്യൂസ് സ്ക്വയൻഡും ആയിരിക്കും. ഇത്രയാണ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ. അതൊരു ചെറിയൊരു ടോപ്പിക്കാണ്, നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് പറഞ്ഞു. അതിൽ ജംഗ്ഷൻ ഉണ്ട്, രണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വോള് മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ജംഗ്ഷൻസ്, കണക്ഷൻസ്. കണക്ഷൻസിൽ തന്നെ വരുന്നതാണ് ജംഗ്ഷനും വരും, അതുപോലെ തന്നെ ക്യൂൻസ് എന്ന് പറയും. ക്യൂൻ എപ്പോഴും ഒരു കോർണർ ആണ്. ജംഗ്ഷൻ രണ്ടായിട്ട് വരും, റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷൻ ഉണ്ട്, സ്ക്വയൻഡ് ജംഗ്ഷൻ ഉണ്ട്. റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷൻ അഗെയിൻ T ജംഗ്ഷൻ ഉണ്ട്, ക്രോസ് ജംഗ്ഷൻ ഉണ്ട്. സ്ക്വയൻഡ് ജംഗ്ഷൻ ഫിഗറിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ക്യൂൻസ് റൈറ്റ് ആംഗിൾഡും ഉണ്ട്, സ്ക്വയൻഡും ഉണ്ട്. സ്ക്വയൻഡിൽ തന്നെ അക്യൂട്ടും ഉണ്ട്, ഒബ്സ്റ്റ്യൂസ് സ്ക്വയൻഡും ഉണ്ട്. അപ്പൊ ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ബ്രിക്ക് മേസൺറി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മിസ്, ജംഗ്ഷനും ക്യൂനും തമ്മിൽ എന്താ? ജംഗ്ഷനും ക്യൂനും ക്യൂൻ നോക്കുക. ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു റൂം എടുത്തു. ഈ ഒരു കോർണറിനെയാണ് നമ്മൾ ക്യൂൻ എന്ന് വിളിക്കുന്നത്. ജംഗ്ഷൻ ശ്രദ്ധിക്കാതെ, ജംഗ്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ക്യൂൻ അല്ല, മനസ്സിലായോ? ഇതൊരു ജംഗ്ഷൻ ആണ്. ക്ലിയർ ആണോ? രണ്ട് വോള് കണ്ടോ? അത് നമുക്കിപ്പോ പറയാം. നമ്മുടെ ഒരു വീട്, നമ്മുടെ ഹൗസ് പ്ലാൻ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് നമ്മുടെ പ്ലാൻ എങ്കിൽ അതിന്റെ 4 സൈഡിലും അതിന്റെ 4 കോർണറും ക്യൂൻ ആയിരിക്കും. അതിന്റെ അകത്തായിരിക്കും ജംഗ്ഷൻസ് വരിക. ഞാൻ കാണിച്ചു തരാം. മനസ്സിലായോ? ഫിഗർ ഒന്നുകൂടെ വരയ്ക്കണോ? വേണ്ട, മനസ്സിലായി. ഇതൊരു ക്യൂനാണ്, ഇതൊരു ക്യൂനാണ്, ഇത് ക്യൂനാണ്, ഇത് ക്യൂനാണ്. പക്ഷെ ഇതെന്താ? ഇതൊരു ജംഗ്ഷൻ ആണ്. ക്ലിയർ? അല്ല, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ജംഗ്ഷൻ ആണ്, ഇതൊരു ക്രോസ് ജംഗ്ഷൻ ആണ്. ഇതൊരു T ജംഗ്ഷൻ ആണ്, പക്ഷെ അതൊരു ക്യൂൻ അല്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്സേ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ബ്രിക്ക് മേസൺറി, ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ എല്ലാ ടോപ്പിക്കുകളും നന്നായിട്ട് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ
പഠിക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്ത ടോപ്പിക്കുകളായിരിക്കാം. അപ്പൊ നമ്മളത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഒരു 2-3 പ്രാവശ്യം നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോട് നോക്കി കഴിയുമ്പോൾ തന്നെ അതൊരു 2-3 ആവർത്തി നോക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അതിൽ തന്നെ ഫൗണ്ടേഷൻ, ബ്രിക്ക് മേസൺറി ഒക്കെ എന്തായാലും നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണം. അടുത്ത നമുക്ക് ഡോർസ് ആൻഡ് വിൻഡോസ് നോക്കാം. ഡോർസ് ആൻഡ് വിൻഡോസ്, ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ തന്നെ കുറച്ച് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത്രയൊക്കെ തന്നെയാണ് ഡോർസ് ആൻഡ് വിൻഡോസിൽ. ഡോർസിൽ ആദ്യമായിട്ട് ഹൈറ്റ് ഓഫ് ഡോർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. ഡോറിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ഡോർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു തമ്പ് റൂളാണ്. വിഡ്ത്ത് പ്ലസ് 1 മീറ്റർ ടു 1.2 മീറ്റർ. വിഡ്ത്തിനോട് കൂടി 1 മീറ്റർ അല്ലെങ്കിൽ 1.2 മീറ്റർ വരെ നമുക്ക് ഹൈറ്റ് കൊടുക്കാം. ഹൈറ്റ് ഓഫ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് പ്ലസ് 1 മീറ്റർ അല്ലെങ്കിൽ 1.2 മീറ്റർ. അപ്പൊ നമുക്ക് ഒരു റേഞ്ച് കിട്ടും. വിഡ്ത്ത് നമ്മൾ യൂഷ്വലി ഒരു 100 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 സെന്റിമീറ്റർ പ്ലസ് 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മീറ്റർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു 1.2 ആഡ് ചെയ്യാൻ. 100 സെന്റിമീറ്റർ പ്ലസ് 1.2 മീറ്റർ എന്ന് പറയുമ്പോൾ 2.2 മീറ്റർ കിട്ടും. അങ്ങനെയാണ് ഒരു ഡോറിന്റെ ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള തമ്പ് റൂൾ. ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വിഡ്ത്ത് പ്ലസ് 1 മീറ്റർ അല്ലെങ്കിൽ വിഡ്ത്ത് പ്ലസ് 1.2 മീറ്റർ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഇനി വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ, വിഡ്ത്ത് നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.4 to 0.6 ഓഫ് ഹൈറ്റ്. ബിൽഡിംഗ് ഹൈറ്റിന്റെ ഒരു 0.4 to 0.6 ഹൈറ്റിലാണ് നമ്മൾ വിഡ്ത്ത് കൊടുക്കുന്നത്. ഹൈറ്റ് ഓഫ് ഡോറിന്റെ 0.4 to 0.6 ആണ് വിഡ്ത്ത് ഓഫ് ഡോർ നമ്മൾ കൊടുക്കുന്നത്. ഡോറ് വിഡ്ത്ത് കൊടുക്കുന്ന 0.4 to 0.6 ഹൈറ്റ്. ഇനി അടുത്തത് വിൻഡോയുടെ മിനിമം ബ്രെഡ്ത്ത് നോക്കാം. ഈ വിൻഡോയുടെ കേസ് ഒക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ, അറിവിലേക്ക് പറയാം. മിനിമം ബ്രെഡ്ത്ത് ഓഫ് വിൻഡോ എന്ന് പറഞ്ഞാൽ 1/8 ഓഫ് വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം. വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം ഡിവൈഡ് ബൈ 8. 1/8 ഓഫ് വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം. അതിന്റെ കാൽക്കുലേഷൻ ഒന്ന് കാണിച്ചത്. ഇപ്പൊ സപ്പോസ് ഒരു റൂം എടുക്കുക, അത് 4/3 3/4 ആണ് അതിന്റെ സൈസ് എങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ 3 മീറ്റർ വിഡ്ത്തില് ഒരു വിൻഡോ കൊടുക്കണമെങ്കിൽ ആ വിൻഡോയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1/8 ഇൻറ്റു വിഡ്ത്ത് ഓഫ് റൂം. അവിടുത്തെ വിഡ്ത്ത് എത്രയാ? 3 മീറ്റർ. റൂമിന്റെ ഹൈറ്റിന് 3 എന്ന് എടുക്കുക, അപ്പൊ 6/8. ഇനി ഈ ഒരു സൈഡിലാണ് നമ്മൾ വിൻഡോ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് വരും? 1/8 ഇൻറ്റു വിഡ്ത്ത് ഓഫ് റൂം. അവിടെ റൂമിന്റെ വിഡ്ത്ത് എത്രയാ? 4 മീറ്റർ പ്ലസ് ഹൈറ്റ് ഓഫ് റൂം 3 മീറ്റർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വിൻഡോയിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ വിൻഡോയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1/8 ഓഫ് വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം ആയിരിക്കും. ഇനി അതുപോലെ തന്നെ മിനിമം നമുക്ക് എത്ര ഏരിയയിൽ വിൻഡോ കൊടുക്കണമെന്ന്. ഒരു 30 m³ ഇൻസൈഡ് വോളിയം ഉള്ള ഒരു റൂമിന് മിനിമം 1 m³ വിൻഡോ ഏരിയ നമ്മൾ കൊടുക്കണം. ഇത്രേ പറഞ്ഞ ഒരു റൂമിന്റെ വോളിയം, അതായത് ബ്രെഡ്ത്ത് ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ഒരു റൂം വോളിയം 30 m³ റൂം വോളിയം ഉള്ള ഒരു റൂമിന് മിനിമം 1 മീറ്റർ സ്ക്വയർ വിൻഡോ ഏരിയ കൊടുത്തിരിക്കണം. അടുത്തത് വിൻഡോ ഏരിയയുടെ മിനിമം വിൻഡോ ഏരിയ 15% ഓഫ് ഫ്ലോർ ഏരിയ. ആ റൂമിന്റെ ഫ്ലോർ ഏരിയയുടെ 15% എങ്കിലും നമ്മുടെ വിൻഡോയ്ക്ക് മിനിമം ഏരിയ വേണം.
അപ്പൊ വിൻഡോയുടെ ഏരിയ 30 m³ വോളിയം ഉള്ള എവരി 30 m³ നമ്മൾ 1 മീറ്റർ സ്ക്വയർ വിൻഡോ കൊടുത്തിരിക്കണം. അതുപോലെ മിനിമം വിൻഡോ ഏരിയ 15% ഓഫ് ഫ്ലോർ ഏരിയ. ഇനി നമ്മൾ വിൻഡോയൊക്കെ കൊടുക്കുമ്പോ കൂടുതൽ ലൈറ്റ് അകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഗ്ലാസ് പാനലിംഗ് ആണ് കൊടുക്കുക. അല്ലാതെ വിൻഡോയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ അടച്ചിട്ടല്ല കൊടുക്കുക. ഒരു വുഡൻ ഫ്രെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ, ആ ഫ്രെയിമിന്റെ അകത്ത് നമുക്ക് ഗ്ലാസ് പാനലിംഗ് ആണ് കൊടുക്കുന്നത്. അത് കൂടുതൽ ലൈറ്റ് അകത്തേക്ക് എൻ്റർ ചെയ്യണം. അങ്ങനെ കൊടുക്കുന്ന മിനിമം ഏരിയ ഓഫ് ഗ്ലാസ് പാനൽ, മിനിമം ഇത്ര ഗ്ലാസ് പാനൽ ഏരിയ നമ്മൾ കൊടുത്തിരിക്കണം. എന്നാലാണ് അത്യാവശ്യം ഡേ ലൈറ്റിൽ നമുക്ക് ലൈറ്റ് ഒന്നും ഇടാതെ റൂമിന്റെ അകത്തിരിക്കാം. ഒരു അത്യാവശ്യം വെളിച്ചം കിടക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ഗ്ലാസ് പാനൽ കൊടുക്കണം ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി. അപ്പൊ അതിന് കൊടുക്കുന്ന മിനിമം ഏരിയ ഓഫ് ഗ്ലാസ് പാനൽ എന്ന് പറഞ്ഞാൽ 10% ഓഫ് ഫ്ലോർ ഏരിയ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നമുക്ക് ഡെസിഗ്നേഷൻ ഓഫ് ഡോർ നോക്കാം. ഡെസിഗ്നേഷൻ ഓഫ് ഡോർ, ഡോറിനെ നമുക്ക് എങ്ങനെ കാണിക്കാം നോക്കാം. ഡോറിന് നമ്മൾ ഡെസിഗ്നേഷൻ കൊടുക്കുന്നത് 10DS20 ഇങ്ങനെയൊക്കെയാണ്. 10DS20, 10DS20. അതില് ഈ ഫസ്റ്റ് 10 ആ ഡോറിന്റെ വിഡ്ത്ത് ആണ് കാണിക്കുന്നത്. അതുപോലെ ഈ 20 കാണിക്കുന്നത് അതിന്റെ ഹൈറ്റ് ആയിരിക്കും ഡോറിന്റെ. ഈ 10 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 അല്ലെങ്കിൽ 20 എന്ന് പറയുന്നത് മൊഡ്യൂൾസ് ആണ്. മൊഡ്യൂൾ 1 മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 mm ആണ്. 100 mm. അപ്പൊ അത്രയും കാര്യം. ഡോറിന് നമ്മൾ ഡെസിഗ്നേഷൻ ഓഫ് ഡോർ കൊടുക്കുന്നത് 10DS20 എന്നാണ്. അതിൽ ഈ 10ഉം 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വിഡ്ത്ത്, അടുത്തത് DS, ദെൻ ഹൈറ്റ് ആണ് പറയുന്നത്. 10, 20 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾസ് ആണ്. അതിൽ തന്നെ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 mm ആണ്. ദാറ്റ് ഈസ് ഈ ഒരു ഡോറിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1000/2000 ആണ്. അതിൽ ഈ DS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഷട്ടർ, ഒറ്റ ഷട്ടർ ഉള്ളത്, ഒരു പാളിയുള്ള ഡോറാണ് സിംഗിൾ ഷട്ടർ ഡോർ. സിംഗിൾ ഷട്ടർ ഡോർ ആണ്. സിംഗിൾ ഷട്ടർ, D ഫോർ ഡോർ, സിംഗിൾ ഷട്ടർ ഡോറും. ഇനി 2 ഷട്ടർ ഉണ്ടെങ്കിൽ DT, ട്വിൻ ഷട്ടർ ഡോറും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡോറിന് ഡെസിഗ്നേഷൻ കൊടുക്കുന്നത്. DS സിംഗിൾ ഷട്ടർ, DT ട്വിൻ ഷട്ടർ. ഇനി അടുത്തത് ഡോറിന്റെ ലൊക്കേഷൻ ഒന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ഒരു റൂമിന്, അത് ചോദിച്ചിട്ടുണ്ട് PSCക്ക്, റൂമിനൊക്കെ ഡോറ് എവിടെയാണ് കൊടുക്കുക? ഒരു റൂമിന്റെ ഡോറിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? വാളിന്റെ സെന്റർ അല്ലെങ്കിൽ കോർണർ എവിടെയായിരിക്കും നമ്മൾ കൊടുക്കുക? ഒരു റൂമിൽ നമ്മൾ സാധാരണ ഡോറ് എവിടെയാണ് കൊടുക്കുക? വാളിന്റെ സെന്ററിലാണോ അതോ കോർണറിനോട് ചേർന്നാണോ? എവിടെയാണ് കൊടുക്കുക? എവിടെയാണ് കൊടുക്കുക? കോർണർ. കോർണറിൽ. മാക്സിമം നമുക്ക് സ്പേസ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോർ എപ്പോഴും ലൊക്കേറ്റ് ചെയ്യുന്നത് കോർണറിനോട്, വാളിന്റെ കോർണറിനോട് ചേർന്നായിരിക്കും കൊടുക്കുക. അതുപോലെ തന്നെ കോർണറിൽ ഒരു 20 സെന്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോറ്, മിനിമം ഒരു 20 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട്, ഒരു 20 സെന്റിമീറ്റർ വിട്ടിട്ടാണ് നമ്മൾ സാധാരണ ഡോറ് പ്ലേസ് ചെയ്യുക. ഡോറിന്റെ ലൊക്കേഷൻ കോർണറിലാണ് നമ്മൾ കൊടുക്കുന്നത്. 20 സെന്റിമീറ്റർ, അത് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. 20 സെന്റിമീറ്റർ നമ്മൾ ഡോർ പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് ഡോറിൽ വരുന്ന കുറച്ച് ടെക്നിക്കൽ ടേമുകളാണ്. ഡോറ് വിൻഡോയിലൊക്കെ വരുന്ന ടെക്നിക്കൽ ടേംസ് ഇമ്പോർട്ടന്റ് ആണ്, അത് എല്ലാം പഠിച്ചിരിക്കണം. ടെക്നിക്കൽ ടേംസ്. അപ്പോൾ നമുക്ക് ഡോർ പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് ഡോറിന്റെ ഫ്രെയിം നോക്കാം. ഡോർ പറയുമ്പോൾ ഡോർ ഫ്രെയിമും പറയണം, അതുപോലെ ഷട്ടറും. ഇതെല്ലാം കൂടെ കൂടി ചേർന്നാണ് നമ്മൾ ഡോർ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഈ ഷട്ടർ ചേർന്നിരിക്കുന്ന ഫ്രെയിം, നമ്മൾ അതിന് മലയാളത്തിൽ കട്ടള എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് ആ കട്ടള ശ്രദ്ധിക്കാം. അതായത് ഡോർ ഫ്രെയിം
എടുത്തു നോക്കാം. അതിൽ എന്തൊക്കെ ടേംസ് വരുന്നുണ്ട് ആദ്യം നോക്കാം. ഫസ്റ്റ് ഹെഡ്. ടെക്നിക്കൽ ടേംസ്, ഡോറിൽ വരുന്ന എല്ലാ ടെക്നിക്കൽ ടേംസും നമുക്ക് നോക്കാം. ആദ്യം പഠിക്കുന്നത് ഹെഡ്. ഡോറിൽ വരുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഡോർ ഫ്രെയിം ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. അതായത് വീടിന്റെ ഒക്കെ ഡോറിന്റെ ഒക്കെ കട്ടല, അതാണ് ഡോർ ഫ്രെയിം. ഈ ഡോർ ഫ്രെയിം ആണ് ഞാൻ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ടോപ്പ് മെമ്പർ ഓഫ് ഡോർ ഫ്രെയിം, ഒരു ഡോർ ഫ്രെയിമിന്റെ ടോപ്പ് മെമ്പറിനെയാണ് നമ്മൾ ഹെഡർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ടോപ്പ് മെമ്പർ ഓഫ് ഡോർ ഫ്രെയിം. ഒരു ഡോർ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റും ഡോർ ഫ്രെയിം, ഇതിന്റെ അകത്താണ് നമ്മൾ ഷട്ടർ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ടോപ്പിൽ വരുന്ന മെമ്പറിനെയാണ് നമ്മൾ ഹെഡ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് സിൽ. ഡോർ ഫ്രെയിമിന്റെ ബോട്ടത്തിനെയാണ് നമ്മൾ സിൽ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സില്ല് എല്ലാ ഡോറിനും ഉണ്ടാകും. ഇപ്പൊ എക്സ്റ്റേണൽ ഡോർസിന് മാത്രമാണ് നമ്മൾ സില്ല് പ്രൊവൈഡ് ചെയ്യാറ്. ഇന്റീരിയറിൽ വരുന്ന ഡോർസിനൊന്നും നമ്മൾ സില്ല് സാധാരണ കൊടുക്കാറില്ല. അപ്പൊ ടോപ്പ് മെമ്പർ ഹെഡർ, ബോട്ടം മെമ്പർ സില്ല്. സില്ലാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ വാൾസിനാണ് സാധാരണ കൊടുക്കുന്നത്, ഇന്റേണൽ വാൾസിനൊന്നും കൊടുക്കാറില്ല. ഇനി അതുപോലെ തന്നെ ഈ ഡോർ ഫ്രെയിമിന് 2 വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്, ഇവിടെ ഒരു വെർട്ടിക്കൽ മെമ്പർ. ഈ 2 വെർട്ടിക്കൽ മെമ്പർ പോസ്റ്റ് എന്നാണ്. ഇനി അടുത്തത് ഈ ഡോർ ഫ്രെയിമില് ഹെഡ് അല്ലെങ്കിൽ സില്ല് ഈ ഫ്രെയിം കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടി പുറത്തേക്ക്, ഇങ്ങനെ പുറത്തേക്ക് എന്നല്ല, ഇവിടെ ഇപ്പൊ വാളായിരിക്കുമല്ലോ, ഇങ്ങനെ വാളിലേക്ക് ബ്രിക്ക് മേസൺറിയിലേക്ക് കുറച്ച് ഒരു അതിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടി, ഒരു ആങ്കറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മേസൺറിയിലേക്ക് കുറച്ച് വിട്ട് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹോൺ. ഹോൺ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ ഹോൺ കൂടാതെ തന്നെ കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലാമ്പ് കൂടി 2 സൈഡിലും, ഈ പോസ്റ്റിന്റെ സൈഡിലായിട്ട് കുറച്ച് ക്ലാമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ക്ലാമ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾഡ് ഫാസ്റ്റ്. ഹോൾഡ് ഫാസ്റ്റ്. മേസൺറിയിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഒരു പിടുത്തം കിട്ടാൻ, ഒരു അഡീഷണൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഹോൾഡ്, എക്സ്ട്രാ ക്ലാമ്പ് കൊടുക്കുന്നതാണ് ഹോൾഡ് ഫാസ്റ്റ്. ഇനി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടോപ്പ് മെമ്പർ ഹെഡ്, ബോട്ടം മെമ്പർ സില്ല്. സില്ലാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ വാൾസിന് മാത്രമാണ് സില്ല് കൊടുക്കുന്നത്, ഇന്റേണൽ വാൾസിനും നമ്മൾ സില്ല് കൊടുക്കാറില്ല. പിന്നെ വെർട്ടിക്കൽ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് പോസ്റ്റ് എന്നാണ്. ഈ ഹൊറിസോണ്ടൽ ഹെഡ് ആണെങ്കിലും സില്ലാണെങ്കിലും മേസൺറിയിലേക്ക് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഭാഗം പ്രൊജക്ട് ചെയ്ത് കൊടുക്കുന്നത്, ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഹോൺ എന്ന് പറയുന്നത്. ഹോൺ കൂടാതെ തന്നെ ഒരു അഡീഷണൽ സപ്പോർട്ടും കൂടി ആ നമ്മുടെ ഡോർ ഫ്രെയിമിന് കിട്ടുന്നതിന് നമ്മൾ സൈഡിലായിട്ട് ഈ വെർട്ടിക്കൽ പോസ്റ്റിനോട് ചേർന്ന് നമ്മൾ കുറച്ച് ക്ലാംസ് കൊടുക്കും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹോൾഡ് ഫാസ്റ്റ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡോർ ഫ്രെയിമിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഡോർ ഫ്രെയിമിൽ നമ്മൾ ആ ഷട്ടറിന് കയറിയിരിക്കാനായിട്ട് ഒരു ഗ്രൂ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഫ്രെയിമില്, ഡോർ ഫ്രെയിമിൽ തന്നെ ഒരു ചെറിയ ഗ്രൂ കട്ട് ചെയ്തിട്ടുണ്ടാവും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഗ്രൂ എന്താണെന്ന് നമുക്ക് മനസ്സിലേക്ക് വരുന്നെങ്കിൽ, നമ്മൾ പിള്ളേരൊക്കെ ചെന്ന് ഡോർ അടയ്ക്കുമ്പോൾ എപ്പോഴും കൈ പോകുന്നു പറയും. ഡോറിന്റെ, നമ്മുടെ കുട്ടികളുടെ ഒക്കെ ആണെങ്കിലും നമ്മളുടെ ആണെങ്കിലും ഡോർ അടയ്ക്കുമ്പോൾ നമ്മുടെ കൈ പോകുന്ന ആ ഒരു കട്ടിങ്ങിനെയാണ് നമ്മൾ ഈ ഗ്രൂ എന്ന് വിളിക്കുന്നത്. ആ ഗ്രൂവിനെ നമ്മൾ പറയുന്ന പേരാണ് റിബേറ്റ്. ഒരു ഡോർ ഫ്രെയിമിന്റെ 4 സൈഡിലും ഒരു ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് റിബേറ്റ്. ആ റിബേറ്റ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡോർ ഫ്രെയിമിലേക്ക് നമ്മൾ ഡോറ് കറക്റ്റ് ആയിട്ട് ആ ഷട്ടർ കയറിയിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു അവിടെ ഒരു പുറത്തുനിന്നുള്ളത് അകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് കാണാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് അത് ക്ലോസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിബേറ്റ് കൊടുക്കുന്നത്. ഡോർ ഫ്രെയിമിൽ കൊടുക്കുന്ന ഒരു ഗ്രൂവിനെയാണ് റെക്ടാംഗിൾ groove or recess provide around the door frame to receive shutter of door is called as rebate. നമുക്ക് ഷട്ടറിന് കയറ്റിയിരുത്താൻ വേണ്ടിയിട്ട് ആ ഭാഗത്താണ് നമ്മുടെ കൈ പോകണേ, അത് ഓർത്തിരുന്നാൽ മതി. അതാണ് റിബേറ്റ് എന്ന് പറയുന്നത്.
ഇനി അടുത്തൊരു ടേം മുള്ളിയൻസ്. ഇവിടെ ഞാനൊരു വിൻഡോ ഫ്രെയിം ആണ് കാണിച്ചിട്ടുള്ളത്. ഒരു വിൻഡോ ഫ്രെയിം കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിൻഡോ ഫ്രെയിം കാണിച്ചിട്ടുണ്ട്. ആ വിൻഡോ ഫ്രെയിമിൽ തന്നെ ആ വിൻഡോനെ ഇങ്ങനെ വെർട്ടിക്കലി രണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു മെമ്പർ വെച്ച് വിൻഡോയൊക്കെ നമ്മൾ പാളി തിരിക്കുന്ന, അപ്പൊ വെർട്ടിക്കലി രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു മെമ്പറിനെ വിളിക്കുന്നതാണ് മുള്ളൻസ്. സബ് ഡിവൈഡ് ദ വിൻഡോ ഫ്രെയിം വെർട്ടിക്കലി ആണെങ്കിൽ അതിനെ മുള്ളൻസ്. സെയിം സാധനം തന്നെ നമ്മൾ വിൻഡോ ഫ്രെയിമിനെ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസം എന്ന് വിളിക്കുന്നത്. അപ്പൊ മുള്ളൻസ് ആൻഡ് ട്രാൻസം ഓർത്തിരിക്കാം. നമ്മൾ ഈ പാനലിനെ ഫ്രെയിമിനെ രണ്ടായിട്ട് വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നത് മുള്ളൻസും ഹൊറിസോണ്ടലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ ട്രാൻസം എന്ന് വിളിക്കും. മുള്ളൻസ് ആൻഡ് ട്രാൻസം ഫിഗർ ഓർത്തിരിക്കാം. നമ്മൾ സാധാരണ ഇപ്പോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുമ്പോൾ വോള് കൺസ്ട്രക്ട് ചെയ്യാം, മേസൺറി ഒക്കെ വെച്ച് നമ്മൾ വോള് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വിൻഡോയ്ക്കും അതുപോലെ തന്നെ ഡോറിനും വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. വിൻഡോയ്ക്കും, അതായത് വിൻഡോ ഫ്രെയിമോ ഡോർ ഫ്രെയിമോ ഒന്നും നമ്മൾ വെക്കുന്നതിന് മുന്നേ അത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടോ? നമ്മൾ വിൻഡോയൊക്കെ വെക്കുന്ന, വിൻഡോയുടെ ഫ്രെയിം വെക്കുന്നതിന്, വിൻഡോ ഫ്രെയിം വെച്ചിട്ടില്ല, ജസ്റ്റ് ആ നമ്മള് മേസൺറി വർക്ക് ചെയ്തു, അവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലേക്കാണ് നമ്മൾ പിന്നെ ഈ കട്ടലകള്, ജനല് കട്ടലൊക്കെ എടുത്ത് വെക്കാന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്പണിംഗ് നമ്മൾ ഡോറിന് വേണ്ടിയിട്ടും വിൻഡോയ്ക്ക് വേണ്ടിയും കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ഓപ്പണിംഗിൽ വരുന്ന രണ്ട് ടേം ആണ് ജാമ്പ് അത് അല്ലെങ്കിൽ റിവീൽ. ജാമ്പ് ഒരു ടേം, അടുത്തത് റിവീൽസ്. അപ്പൊ ഈ ജാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു 20 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു വോളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആൻസർ പറയണം, ഒന്ന് ആലോചിച്ചിട്ട് പറയാ. ഒരു 20 സെന്റിമീറ്റർ തിക്ക് വോളാണ്. ആ വോളിൽ നമുക്ക് ഒരു വിൻഡോ പ്ലേസ് ചെയ്യാനുള്ള ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിൻഡോ ഫ്രെയിം വെക്കാനുള്ള ആ ഓപ്പണിങ്ങിന്റെ വെർട്ടിക്കൽ ഹൈറ്റിലുള്ള തിക്നെസ് എത്രയായിരിക്കും? ആ ഫ്രെയിം വെക്കാനുള്ള ആ തിക്നെസ് എത്രയായിരിക്കും? ആ വെർട്ടിക്കൽ, അതായത് 20 ആയിരിക്കും. അപ്പൊ ഈ ഒരു ഓപ്പണിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഓപ്പണിംഗിലേക്കാണ് നമ്മൾ വിൻഡോ ഫ്രെയിം വെക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെർട്ടിക്കൽ സൈഡിലും 20 ആണ് തിക്നെസ്. ഇങ്ങനെ കൊടുക്കുന്ന ഈ ഡോർ ഫ്രെയിം അല്ലെങ്കിൽ വിൻഡോ ഫ്രെയിം വെക്കാനായിട്ട് നമ്മൾ ഈ ഓപ്പണിംഗ് കൊടുക്കുമ്പോൾ ഉള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ ആ ഒരു തിക്നെസ് അത്രയും, ആ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജാമ്പ്. ഇനി ഞാൻ വെക്കുന്ന, ഇനി ജാമ്പിലേക്കാണ് നമ്മൾ എടുത്ത വിൻഡോ ഫ്രെയിം അല്ലെങ്കിൽ ഡോർ ഫ്രെയിം വെക്കുന്നത്. ഈ ഡോർ ഫ്രെയിമിന്റെ തിക്നെസ് ഒരു 9 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കി എത്ര വോൾ ഉണ്ടായിരിക്കും? പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഉണ്ടാവും. നമ്മൾ ഒരു 20 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള വോളില് ഈ വിൻഡോയ്ക്ക് അല്ലെങ്കിൽ ഡോർ ഫ്രെയിമിനുള്ള ഓപ്പണിംഗ് കൊടുത്തു. അപ്പൊ തന്നെ ഒരു 20 സെന്റിമീറ്റർ തിക്നെസ്സിലുള്ള രണ്ട് വെർട്ടിക്കൽ സൈഡിലും 20 സെന്റിമീറ്റർ തിക്നെസ്സിൽ ഉണ്ടാവും നമുക്ക് ഈ ഫ്രെയിം വെക്കാനായിട്ട്. ദെൻ അതിലേക്ക് ഈ ഫ്രെയിം 9 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു വിൻഡോ ഫ്രെയിം ഞാൻ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാൾ തിക്നെസ് എത്രയായിരിക്കും?
നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 11. ബാക്കി ഒരു 11. അതിപ്പോ നമ്മുടെ റൂമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വിൻഡോയുടെ ഏരിയയിലൊക്കെ നമ്മളിപ്പോ ഒരു വിൻഡോ സൈഡിലായിരിക്കണമെങ്കിൽ നമ്മുടെ കൈ വെക്കുന്ന ആ ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ പിള്ളേരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മൊബൈല് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വിൻഡോ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പോസ്ഡ് ഏരിയ ആണ് ഈ പറയുന്ന 9 സെന്റിമീറ്റർ. അതിന് പറയുന്ന പേരാണ്, ആ എക്സ്പോസ്ഡ് ഏരിയ വെർട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു എക്സ്പോസ്ഡ് ഏരിയനെയാണ് റിവീൽ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഹൊറിസോണ്ടൽ അല്ല പറയുന്നത്, വെർട്ടിക്കൽ സൈഡിലുള്ള ആ 9 സെന്റിമീറ്ററിനെയാണ് നമ്മൾ 11 സെന്റിമീറ്ററിനെയാണ് നമ്മൾ റിവീൽ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഡോർ ഫ്രെയിം അല്ലെങ്കിൽ വിൻഡോ ഫ്രെയിമിന് നമ്മളൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 വിൻഡോ ഫ്രെയിം അല്ലെങ്കിൽ ഡോർ ഫ്രെയിം വെക്കാനുള്ള ആ 2 വെർട്ടിക്കൽ സൈഡിനെ നമ്മൾ ഫുള്ളായിട്ട് വിളിക്കുന്ന പേരാണ് ജാമ്പ്. ദെൻ നമ്മൾ ഫ്രെയിം വെച്ചതിന് ശേഷം കുറച്ച് ഭാഗം 9 സെന്റിമീറ്റർ ഉള്ള ഫ്രെയിം വെച്ച ബാക്കി നമുക്കൊരു 11 സെന്റിമീറ്ററിൽ വെർട്ടിക്കലി ആയിട്ട് 2 സൈഡിലും എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിനെയാണ്, വെർട്ടിക്കൽ സൈഡിനെയാണ് റിവീൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ജാമ്പും റിവീൽ എന്നും 2 ടേം ഓർത്തിരിക്കുക. ജാംസ് ആൻഡ് റിവീൽസ് ഈ പടത്തിൽ കാണാം. ഒരു ഓപ്പണിങ്ങില് ടോട്ടൽ 20 സെന്റിമീറ്റർ ഉണ്ട് 2 സൈഡിലുമായിട്ട് വെർട്ടിക്കലി. അതിനെയാണ് നമ്മൾ ജാമ്പ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫ്രെയിം വെച്ചു, ഈ യെല്ലോ കളറിൽ നമ്മൾ ഇവിടെ ഫ്രെയിം വെച്ചു. ഫ്രെയിം വെച്ചതിന് ശേഷം ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ബാക്കി ഈ 11 തിക്നെസ്സിലുള്ള ഈ എക്സ്പോസ്ഡ് പോർഷനെയാണ് നമ്മൾ റിവീൽ, എക്സ്പോസ് ചെയ്ത് നിൽക്കുക, റിവീൽ ചെയ്യുക, ആ ഒരു മീനിങ്ങില് ദ എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് ഓഫ് ആൻ ഓപ്പണിംഗ് ഈസ് റിവീൽ. അപ്പൊ ഡോർ ഫ്രെയിമിന്റെ ടേംസുകളൊക്കെ നമുക്ക് പഠിച്ചു. ഇനി ഡോറിൽ വരുന്ന ഷട്ടറിൽ വരുന്ന ടെക്നിക്കൽ ടേംസ് നോക്കാം. ഡോർ ഫ്രെയിം ആണ് പഠിച്ചത്. ഇനി നമുക്ക് ഡോറിന്റെ ഷട്ടർ നോക്കാം. ഷട്ടറിൽ again രണ്ട് വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഷട്ടറിൽ. ഡോർ ഷട്ടറിൽ 2 വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്, അതിന്റെ പേരാണ് സ്റ്റൈൽ. ഇനി ഡോർ ഫ്രെയിമിലെ വെർട്ടിക്കൽ മെമ്പറിന്റെ പേരെന്താണ്? ഡോർ ഫ്രെയിമിലെ വെർട്ടിക്കൽ മെമ്പറിന്റെ പേരെന്താണ്? എന്താ? പോസ്റ്റ്. കറക്റ്റ് ആണ്. അപ്പൊ അത് തെറ്റിപ്പോകരുത്. ഡോർ ഷട്ടർ. ഡോർ ഫ്രെയിമിലെ വെർട്ടിക്കൽ മെമ്പർ പോസ്റ്റും ഷട്ടറിലെ സ്റ്റൈലും ആണ്. 2 സൈഡിലും സ്റ്റൈല്. ദെൻ ഹൊറിസോണ്ടലി കൊടുക്കുന്നത് റെയിൽസ് ആണ്. ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്നതിനെ നമ്മൾ ടോപ്പ് റെയിൽ എന്ന് വിളിക്കും. ബോട്ടത്തിൽ കൊടുക്കുന്നതിനെ ബോട്ടം റെയിൽ എന്ന് വിളിക്കും. അതിനുശേഷം അതിന്റെ ഇടയിൽ കൊടുക്കുന്നതിനെയൊക്കെ ഇന്റർമീഡിയറ്റ് റെയിൽ എന്ന് വിളിക്കും. പിന്നെ നമ്മൾ എവിടെയാണോ ലോക്ക് കൊടുക്കുന്നത് ആ റെയിലിനെ ലോക്ക് റെയിൽ എന്ന് വിളിക്കും. പിന്നെ അതുപോലെ ലോക്ക് റെയിലിനും ടോപ്പ് റെയിലിനും ഇടയിൽ വരുന്ന റെയിൽസിനെ ഫ്രീസ് റെയിൽ എന്ന് വിളിക്കും. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒരു ഷട്ടറിന്റെ 2 സൈഡിലുള്ള വെർട്ടിക്കൽ മെമ്പർ സ്റ്റൈൽ, ടോപ്പിൽ ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുക്കുന്നതിനെ റെയിൽസ് എന്ന് വിളിക്കുന്നു. ടോപ്പിൽ കൊടുക്കുന്നത് ടോപ്പ് റെയിൽ, ബോട്ടത്തിൽ കൊടുക്കുന്നത് ബോട്ടം റെയിൽ, ലോക്ക് കൊടുക്കുന്നിടത്ത് കൊടുക്കുന്നതിന് ലോക്ക് റെയിൽ, ഇന്റർമീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നതിനെ എല്ലാം ഇന്റർമീഡിയറ്റ് റെയിൽ എന്ന് വിളിക്കും. ഇനി അതിൽ തന്നെ ലോക്ക് റെയിലിനും ടോപ്പ് റെയിലിനും ഇടയിലുള്ള ഈ 2 റെയിലിനെ നമ്മൾ വിളിക്കുന്ന ഫ്രീസ് റെയിൽ എന്നാണ്. ഇത്രയാണ് അതിൽ നോക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇത് ഒരു റെയിൽ, ഇതൊരു റെയിൽ. ഇങ്ങനെ കുറച്ച് റെയിൽസ് ഉണ്ട്. ഈ റെയിലിന് ഇടയിൽ വരുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ്, പറയാൻ പറ്റുമോ? റെയിലിന് ഇടയിൽ വരുന്ന ഭാഗം എന്താണ്? ഷട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ പാനലിന് ഈ റെയിലിനേക്കാളും കുറച്ച് തിക്നെസ് കുറവായിരിക്കും പാനൽസിന്. പാനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽസിന്റെ ഇടയിൽ വരുന്ന ഡോറിന്റെ പോർഷനെ നമ്മൾ വിളിക്കുന്നതാണ് പാനൽ.
പാനൽ ആണ് ഒരു ഡോറിലെ ഏറ്റവും തിക്നെസ് കുറഞ്ഞ, ഏറ്റവും കനം കുറഞ്ഞ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാനലാണ്. ഈ പാനല് വുഡ് തന്നെ ആവണമെന്നില്ല. നമുക്ക് റെയിൽസ് എല്ലാം വുഡിൽ കൊടുത്തിട്ട് പാനൽ വേണമെങ്കിൽ ഗ്ലാസ് കൊടുക്കാം. അപ്പൊ കൂടുതൽ ലൈറ്റ് കിട്ടാനും കുറച്ച് ഭംഗിയൊക്കെ കൂട്ടാനായിട്ട് നമുക്ക് ഗ്ലാസ് വേണമെങ്കിൽ കൊടുക്കാം. ഗ്ലാസ് പാനൽഡ് ഡോർ എന്ന് കേട്ടിട്ടില്ലേ? ഗ്ലേസ്ഡ് ഡോർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ റെയിൽസിന് ഇടയ്ക്ക് കൊടുക്കുന്ന ഭാഗത്തിന് നമ്മള് റെയിൽസിന് ഇടയിലുള്ള ഷട്ടറിന്റെ ഭാഗത്തിന് നമ്മൾ പാനൽ എന്നാണ് വിളിക്കുന്നത്. ഒരു ഡോറിന്റെ ഏറ്റവും തിക്നെസ് കുറഞ്ഞ, കനം കുറഞ്ഞ ഭാഗം അതിന്റെ പാനലുകളായിരിക്കും. അതുപോലെ തന്നെ ഈ പാനലുകൾ വുഡ് ആവണമെന്നൊന്നും നിർബന്ധമില്ല. പാനൽ വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് ആയിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലാസ് പാനൽ കൊടുക്കുമ്പോൾ നമ്മൾ അതിന് ചുറ്റും കൊടുക്കുന്ന ഫ്രെയിമും കുറച്ച് തിക്നെസ് കുറഞ്ഞതായിരിക്കും, കനം കുറഞ്ഞ ഫ്രെയിമുകളായിരിക്കും കൊടുക്കുക. ഗ്ലേസ്ഡ് ഈ ഗ്ലാസ് പാനലുള്ള ഡോറിനെ നമുക്ക് സാഷ് ഡോർ എന്നും വിളിക്കും. ഗ്ലേസ്ഡ് ഡോർ അല്ലെങ്കിൽ ഗ്ലേസ്ഡ് വിൻഡോനെയൊക്കെ നമുക്ക് സാഷ് ഡോർ എന്നും വിളിക്കാം. അപ്പൊ അത് ഓർത്തിരിക്കുക. പാനൽ മെറ്റീരിയൽ വുഡ് തന്നെ ആവണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ പാനൽ മെറ്റീരിയൽ ആയിട്ട് ഗ്ലാസ് എടുക്കാം. അങ്ങനെ അപ്പൊ അതിന് യോജ്യമായിട്ടുള്ള ഫ്രെയിം കൊടുക്കാം. അങ്ങനെ ഗ്ലാസ് കൊടുത്തിട്ടുള്ള അത്തരം ഷട്ടറുകളെ നമ്മൾ വിളിക്കുന്നത് സാഷ് ഡോർ അല്ലെങ്കിൽ സാഷ് വിൻഡോയാണ്. അപ്പൊ അതിനു വേണ്ടി കൊടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള കനം കുറഞ്ഞ ഫ്രെയിമിനെയാണ് സാഷ് ഫ്രെയിം എന്ന് വിളിക്കുന്നത്. ഗ്ലാസ് ഉള്ള ഡോറ് അല്ലെങ്കിൽ ഗ്ലാസ് ഉള്ള വിൻഡോസിന് നമ്മൾ കൊടുക്കുന്ന ഫ്രെയിമിനെയാണ് സാഷ് ഫ്രെയിം. അത്തരം വിൻഡോസിനെ അല്ലെങ്കിൽ ഡോറിനെ നമ്മൾ സാഷ് വിൻഡോ അല്ലെങ്കിൽ സാഷ് ഡോർ എന്നും വിളിക്കാറുണ്ട്. ആ ഒരു ടേം ഓർത്തിരിക്കാം. ഇനി അതുപോലെ തന്നെ ലൂവേർഡ് ഷട്ടർ കേട്ടിട്ടുണ്ടോ? ലൂവേർഡ് ഷട്ടർ യൂഷ്വലി നമ്മള് ടോയ്ലറ്റുകൾക്കൊക്കെ കൊടുക്കുന്നതാണ്. ടോയ്ലറ്റിലൊക്കെ വെന്റിലേറ്ററിന് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ലൂവേർഡ് ഷട്ടർ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസോ വുഡോ എന്റെയൊക്കെ പീസസ് നമ്മളിങ്ങനെ ചെരിച്ച് കൊടുത്തിട്ടുണ്ടാകും. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിനൊക്കെ ഒരു അത്യാവശ്യം വേണ്ട വെന്റിലേഷനും കിട്ടും, ഒരു പ്രൈവസിയും കിട്ടും. ഈ രണ്ട് കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൂവേർഡ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് വെന്റിലേഷൻ ആണ് ടോയ്ലറ്റിന് കൊടുക്കുന്നത്. ടോയ്ലറ്റിന് കൊടുക്കുന്ന വെന്റിലേറ്ററിനെ നമ്മൾ വിളിക്കുന്നതാണ് ലൂവേർഡ് വെന്റിലേറ്റേഴ്സ് ആണ് കൊടുക്കുന്നത്. അത് വെന്റിലേഷൻ പർപ്പസിന് യോജ്യമാണ്. അതുപോലെ തന്നെ പ്രൈവസി, നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിന്റെ റൂഫായിരിക്കും കാണുക. അപ്പൊ അവിടെ കൊടുക്കുന്ന അതിനെയാണ് നമ്മൾ ലൂവേർഡ് ഷട്ടർ, ഒരു ഷട്ടറാണ് ലൂവേർഡ് ഷട്ടർ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ടേം കൂടെ പഠിക്കാം, ആർക്കിട്രേവ്. ആർക്കിട്രേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതൊരു ഡോർ ഫ്രെയിം ആണ്. ഈ ഡോർ ഫ്രെയിമിന്റെ ചുറ്റുമായിട്ട് ഈ ടോപ്പില് ഭിത്തിയോട് ചേർന്ന് കുറച്ച് എസ്തെറ്റിക്സ് അപ്പിയറൻസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും വുഡൻ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആർക്കിട്രേവ്. ഡോർ ഫ്രെയിമിന്റെ ടോപ്പില് കുറച്ച് എസ്തെറ്റിക്സ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് വുഡൻ വർക്കുകളെയാണ് അത്. അതിന്റെ മേസൺറി വർക്കിനോട് ചേർന്ന്, ബ്രിക്കിനോട് ചേർന്ന് നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു വർക്കിനെയാണ്, അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഈ വർക്കിനെയാണ് നമ്മൾ ആർക്കിട്രേവ് എന്ന് വിളിക്കുന്നത്. ലൂവേർഡ് ഷട്ടർ ഓർത്തിരിക്കുക, ആർക്കിട്രേവ്, സാഷ് ഫ്രെയിം എന്താണെന്ന് ഓർത്തിരിക്കുക. ദെൻ നമുക്ക് ടൈപ്സ് ഓഫ് ഡോർ പഠിക്കാം. കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഡോർ പഠിക്കാനുണ്ട്. ഏതൊക്കെ ടൈപ്പ് ആണ് ഡോർസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഷട്ടറിന്റെ വെർട്ടിക്കൽ മെമ്പറിന്റെ പേരൊന്ന് പറയാമോ? ഡോർ ഷട്ടറിന്റെ വെർട്ടിക്കൽ മെമ്പർ സ്റ്റൈലാണ്. ദെൻ
എന്താണ് ഫ്രീസ് റെയിൽ? ടോപ്പ് റെയിലിനും ലോക്ക് റെയിലിനും ഇടയിൽ കൊടുക്കുന്ന റെയിൽ. റെയിൽസ് ആണ് നമ്മൾ ഫ്രീസ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോർസ് ഒന്ന് നോക്കാം. ആദ്യം വരുന്നതാണ് ലെഡ്ജ്ഡ് ഡോർ. ലെഡ്ജ്ഡ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വീടിന്റെ ഒരു പുതിയ വീടൊക്കെ പണിയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ പണിത് കഴിയുമ്പോൾ നല്ല ഡോർസ് ഒന്നും ആദ്യം വെച്ചിട്ടുണ്ടാവില്ല. ആ മേസണറി വർക്കൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഫ്രണ്ട് ഡോർ ഫ്രെയിമിന്റെ അവിടെയും അതുപോലെ തന്നെ ബാക്കിലും അകത്തേക്ക് ആരും കിടക്കാത്ത രീതിയിൽ നമ്മളൊരു ടെമ്പററി ആയിട്ടൊരു ഡോറ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഡോറിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ടെമ്പററി ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്ന ഡോറ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്തരം ടെമ്പററി ഡോർസിനെയാണ് നമ്മൾ ലെഡ്ജ്ഡ് ഡോർ എന്ന് വിളിക്കുന്നത്. ഈ ലെഡ്ജ്ഡ് ഡോറിന്റെ പ്രത്യേകത അതിന് ഫ്രെയിം ഒന്നും ഉണ്ടാകില്ല. നമ്മൾ വെറുതെ കുറച്ച് ടെമ്പററി പർപ്പസിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഇനി അതിന് കുറച്ച് വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ടാവും, കുറച്ച് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ എന്താണ് ലെഡ്ജ്ഡ് ഡോർ? ഒരു ടെമ്പററി ഡോർ ആണ്. അതിന് ഡോർ ഫ്രെയിമിന്റെ ആവശ്യമില്ല. അതില് കുറച്ച് വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ കൊടുക്കുന്ന ഈ വെർട്ടിക്കൽ മെമ്പേഴ്സ് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബാറ്റൺ. പിന്നെ ഈ ബാറ്റണിനെ കണക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്നതാണ് ലെഡ്ജർ. അങ്ങനെ ലെഡ്ജർ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ലെഡ്ജ് ഡോർ എന്ന് വിളിക്കുന്നത്. ലെഡ്ജ് ഡോർ. അപ്പൊ ലെഡ്ജ് ഡോറിന്റെ പ്രത്യേകത എന്താണ്? ലെഡ്ജ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി ഡോർ ആണ്. അതിന് ഫ്രെയിം ഒന്നും ആവശ്യമില്ല. അതിന് കുറച്ച് വെർട്ടിക്കൽ മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് ബാറ്റൺസ് എന്ന് വിളിക്കുന്നു. കുറച്ച് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ ലെഡ്ജർ എന്നും വിളിക്കുന്നു. ഇനി അടുത്തത് ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. അപ്പൊ ലെഡ്ജ്ഡ് ഡോർ ആണ്. ലെഡ്ജ്ഡ് ഡോർ ആണെന്ന് പറയുമ്പോൾ തന്നെ അതിന് ഫ്രെയിമിന്റെ ആവശ്യമില്ല, ഫ്രെയിം ഇല്ല. ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറെ ബാറ്റൺസ് ഉണ്ടാകും. ദെൻ ഹൊറിസോണ്ടൽ ആയിട്ട് കുറച്ച് ലെഡ്ജസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതൊരു ലെഡ്ജ്ഡ് ഡോർ ആണ്. പക്ഷെ അത് ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ ആണ്. ഇങ്ങനെ ലെഡ്ജ്ഡ് ഡോർ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഭിത്തിയിലേക്ക് കുറച്ച് ഹിഞ്ച് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഇതിന് വേറെ ബ്രേസിങ്സോ വേറെ ഒരു സപ്പോർട്ടും കൊടുക്കാതെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ താഴേക്ക് തൂങ്ങി അങ്ങ് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രേസസ് ഇങ്ങനെ കൊടുക്കും. ഈ ലെഡ്ജേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് അതും ഈ ഡയറക്ഷനിൽ തന്നെ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ഈ ഒരു ഡയറക്ഷനിൽ എപ്പോഴും ബ്രേസിങ്സ് കൊടുക്കും. അപ്പൊ ഈ ബ്രേസിങ്സ് ഇവിടെ ഒരു കംപ്രഷൻ മെമ്പർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതൊരു കംപ്രഷൻ മെമ്പർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഈ ഡോർ ഇങ്ങനെ താഴേക്ക് തൂങ്ങി പോകുന്നത് അത് പ്രിവെന്റ് ചെയ്യും. അപ്പൊ ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫ്രെയിം ഇല്ല, കംപ്രഷൻ മെമ്പർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ബ്രേസസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ലെഡ്ജുകൾക്ക് ഇടയിലാണ് നമ്മൾ കംപ്രഷൻ മെമ്പർ ആയിട്ടുള്ള ഈ ബ്രേസിങ്സ് കൊടുക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തത് ലെഡ്ജ്ഡ് ഫ്രെയിംഡ് ഡോർ. ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർ അത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. ആദ്യത്തെ ഡോറിന്റെ പ്രത്യേകത എന്താ? ലെഡ്ജ്ഡ് ഡോർ, അതിന് ഫ്രെയിം ഇല്ല. ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഡ്ജ്ഡ് ഡോർ ആണ്, അതിനൊരു ഫ്രെയിം കട്ടല ഫ്രെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർ. ഇനി അടുത്തത് ലെഡ്ജ്ഡ് ഫ്രെയിംഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. ലെഡ്ജ്ഡ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ എന്തായിരുന്നു? ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ ആയിരുന്നു. ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. ലെഡ്ജ്ഡ് ബ്രേസ്ഡ് ഡോറിൽ ഫ്രെയിം ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജ്ഡ് ഫ്രെയിംഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. അപ്പൊ 4 ക്ലാസിഫിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് പറയാം. ലെഡ്ജ്ഡ് ഡോർ, ഫ്രെയിം ഇല്ലാത്തത്. ലെഡ്ജ്ഡ് ഡോറിന്റെ സെയിം കണ്ടീഷനിൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലെഡ്ജ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർ. അടുത്തത് നമ്മുടെ ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. ലെഡ്ജ്ഡ് ഡോറിന്റെ ലെഡ്ജസിനിടയിൽ ബ്രേസിങ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ എന്ന് പറയും.
ഇനി അടുത്തത് ലെഡ്ജ്ഡ് ഫ്രെയിംഡ് ആൻഡ് ബ്രേസ്ഡ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഡോറിന് ഒരു ഫ്രെയിം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ലെഡ്ജ്ഡ് ഫ്രെയിംഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. ദെൻ ചോദിക്കുന്ന ഡോറിന്റെ കാര്യം പറഞ്ഞു. അവിടെ എടുക്കുന്ന പെയിന്റിംഗ് കോഎഫിഷ്യന്റ് 1.125. ഓരോ സൈഡിലും നമ്മൾ പെയിന്റിംഗ് കോഎഫിഷ്യന്റ് എടുക്കുന്നത് 1.125 ആണ്. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ടൈപ്പ് ഡോറിന് എടുക്കുന്ന പെയിന്റിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1.125. പെയിന്റിംഗ് കോഎഫിഷ്യന്റ് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗിൽ പഠിക്കുന്നതാണ്, ഇവിടെ ഒന്ന് പറഞ്ഞു മാത്രം. ഇനി അടുത്തത് ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർ. ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഉള്ള ഡോറ് ഫ്രെയിംഡ് ആണല്ലോ, നമ്മൾ കട്ടിൽ വെച്ചിട്ടുണ്ട്. ദെൻ പാനൽഡ് ഡോറ്, പാനലിംഗ് ഉണ്ട് അല്ലെ, റെയിൽസിന്റെ ഇടയ്ക്ക് നമ്മൾ പാനൽസ് കൊടുത്തിട്ടുള്ള ഡോറാണ് ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർ. ഓർഡിനറി ടൈപ്പ് ഡോറാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, നമ്മൾ ഡെയിലി ലൈഫിൽ എന്നും കാണുന്ന ഡോറാണ് ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർ. ഇനി അടുത്ത ടൈപ്പാണ് ഗ്ലേസ്ഡ് ഡോർ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വുഡൻ പാനലിനൊക്കെ പകരമായിട്ട് ഗ്ലാസ് പാനൽസ് ആണ് കൊടുക്കുന്നെങ്കിൽ അത്തരം ഡോറ് നമ്മൾ വിളിക്കുന്നത് സാഷ് ഡോർ എന്നാണ്. സാഷ് ഡോർ അവിടെ കൊടുക്കുന്ന ഫ്രെയിം ആണ് സാഷ് ഫ്രെയിം. ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ തിക്നെസ് ഒക്കെ കുറഞ്ഞ ഒരു ഫ്രെയിം ആയിരിക്കും സാഷ് ഡോറിനുള്ളത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു പാനൽസ് എല്ലാം ഗ്ലാസ് ആയിരിക്കും. അത് നമ്മൾ ഗ്ലാസ് കൊടുക്കാൻ കാരണം എന്താ, കൂടുതൽ ലൈറ്റിനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനൊരു പ്രത്യേകത ഉള്ളത്, ഈ ഗ്ലേസ്ഡ് അല്ലെങ്കിൽ സാഷ് ഡോർ ലോക്ക് റെയിലാണ് ഈ കാണിച്ചിട്ടുള്ളത്. ലോക്ക് റെയിലിന്റെ ഈ ഷട്ടറിൽ വന്നിട്ട് ലോക്ക് റെയിലിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗത്ത് സ്റ്റൈലിന് തിക്നെസ് കൂടുതലായിരിക്കും. ലോക്കിന് മേളിലേക്ക് വരുമ്പോൾ ഈ സ്റ്റൈലിന്റെ തിക്നെസ് കുറഞ്ഞു വരും. അപ്പൊ ഞാൻ ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നത് അവിടുത്തെ ഗ്ലാസ് ആണ്. അപ്പോൾ ലോക്ക് റെയിലിന് മേളിലേക്കുള്ള ഭാഗത്ത് മാക്സിമം ഏരിയയിൽ നമുക്ക് ഗ്ലാസ് കൊണ്ടുവരാൻ, കൂടുതൽ ലൈറ്റ് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സ്റ്റൈലിന്റെ തിക്നെസ് കുറച്ചുകൊണ്ട് നിൽക്കണം. യെല്ലോ കളറിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം സ്റ്റൈലിന്റെ തിക്നെസ് കുറഞ്ഞു. അപ്പൊ അവിടെ സ്റ്റൈല് ഡിമിനിഷ് ആയി വരികയാണ് ലോക്ക് റെയിലിന് മേളിലുള്ള ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഡിമിനിഷിങ് സ്റ്റൈൽ എന്ന് വിളിക്കും. ഇത് ഗ്ലേസ്ഡ് ഓർ സാഷ്ഡ് ഡോറിലെ സ്റ്റൈലിനെ നമ്മൾ ഡിമിനിഷിങ് ലൈൻ. അല്ലെങ്കിൽ അതിന്റെ ഈ ഒരു വ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു തോക്ക് പോലെയല്ല ഇരിക്കുന്നത്, ഗൺ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളത് നോക്കുക, അതൊന്ന് ഹൊറിസോണ്ടലി പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഗണ്ണിന്റെ ഷേപ്പാണ്. അതുകൊണ്ട് ഗൺ സ്റ്റോക്ക് സ്റ്റൈൽ എന്നും വിളിക്കുന്നുണ്ട്. ഗ്ലേസ്ഡ് ഡോർ അല്ലെങ്കിൽ സാഷ് ഡോറിലെ സ്റ്റൈലിനെ വിളിക്കുന്നത് ഡിമിനിഷ്ഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ഗൺ സ്റ്റോക്ക് സ്റ്റൈൽ എന്നാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോക്ക് റെയിലിന്റെ മുകളിലുള്ള ഭാഗത്ത് സ്റ്റൈലിന്റെ തിക്നെസ് നമ്മൾ കുറച്ചുകൊണ്ടിരും. മാക്സിമം ഗ്ലാസ് കൊടുക്കുന്നതിന് വേണ്ടി, അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അടുത്തത് 7th വൺ, ഫ്ലഷ് ഡോർ. ഫ്ലഷ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലഷ് ആയിട്ടുള്ള ഒരു ഡോറാണ്. അതായത് ഫ്ലഷ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിലൊരു ഡിസൈൻ വർക്കോ ഒന്നുമില്ലാത്ത ഒരു ഡോറാണ് ഫ്ലഷ് ഡോർ. ഫ്ലഷ് ഡോറിന് എഗെയിൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്രെയിംഡ് ഫ്ലഷ് ഡോറും ഉണ്ടാകും. സെക്കൻഡ് വൺ ലാമിനേറ്റഡ് ഫ്ലഷ് ഡോർ. അപ്പൊ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഫ്ലഷ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ഡിസൈനും ഇല്ലാത്ത ഒരു ഡോറാണ് ഫ്ലഷ് ഡോർ. അത് രണ്ട് തരത്തിലുണ്ട്. ഫ്രെയിംഡ് ഫ്ലഷ് ഡോർ. അപ്പൊ ഫ്രെയിംഡ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫ്രെയിം ഉണ്ടായിരിക്കും. അതായത് കുറച്ച് ഹൊറിസോണ്ടൽ മെമ്പറും കുറച്ച് വെർട്ടിക്കൽ മെമ്പറും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ഹൊറിസോണ്ടൽ മെമ്പറും വെർട്ടിക്കൽ മെമ്പറും അത് അതിന്റെ ഫ്രെയിം ആയിട്ട് ആക്ട് ചെയ്യും ആ ഡോറിന്റെ. എന്നിട്ട് അതിന്റെ രണ്ട് സൈഡിലും നമ്മൾ
പ്ലൈവുഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അകത്ത് ഫ്രെയിം ഉണ്ടായിരിക്കും. അത്തരം ഡോറിനെയാണ് നമ്മൾ പ്ലൈവുഡ് ആണെങ്കിൽ അതിന് ഇപ്പൊ പ്രത്യേകിച്ച് കട്ടിങ്ങോ ഒരു ഡിസൈനോ ഒന്നും പ്ലൈവുഡിന് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഹൊറിസോണ്ടൽ, നമ്മുടെ കറക്റ്റ് ഷേപ്പിലുള്ള കുറച്ച് ഹൊറിസോണ്ടൽ മെമ്പറും ഉണ്ടാവും, വെർട്ടിക്കൽ മെമ്പറും ഉണ്ടാവും. അത് അതിന്റെ ഫ്രെയിം ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് അതിന്റെ ഫ്രെയിം. ദെൻ ഈ ഫ്രെയിമിന്റെ രണ്ട് സൈഡും അടച്ചു കളയും, എന്തോ വെച്ച ഒരു പ്ലൈവുഡ് വെച്ച് അടച്ചു കളയും. അങ്ങനെയുള്ള ഡോറിനെയാണ് നമ്മൾ ഫ്രെയിംഡ് ഫ്ലഷ് ഡോർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫ്ലഷ് ഡോർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനും ഇല്ല, രണ്ട് ടൈപ്പ് ഉണ്ട്. ഫ്രെയിം ഉള്ളതിനെ ഫ്രെയിംഡ് ഫ്ലഷ് ഡോർ എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തത് ലാമിനേറ്റഡ് ഫ്ലഷ് ഡോർ. ലാമിനേറ്റഡ് ഫ്ലഷ് ഡോർ എന്ന് പറയുമ്പോൾ ഒരു ലെയർ ഓഫ് പ്ലൈവുഡ്, അതിന്റെ മേലെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഫ്രെയിം ഉണ്ടാകില്ല. ഫ്രെയിംഡ് ഫ്ലഷ് ഡോറിലാണെങ്കിൽ കുറച്ച് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫ്രെയിംസ് ഉണ്ടാകും. കണ്ടോ, ഇങ്ങനെ കുറച്ച് ഹൊറിസോണ്ടലി കുറച്ച് ഫ്രെയിംസ് ഉണ്ടായിരിക്കും, വെർട്ടിക്കലി ഫ്രെയിം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ രണ്ട് സൈഡിലും നമ്മൾ എന്ത് പ്ലേസ് ചെയ്യും? പ്ലൈവുഡ് പ്ലേസ് ചെയ്യും. അപ്പൊ അകത്ത് ഫ്രെയിമും രണ്ട് സൈഡിലും പ്ലൈവുഡും ആയിരിക്കും. അതിനെയാണ് ഫ്രെയിംഡ് ഫ്ലഷ് ഡോർ. ഇനി ഈ ഫ്രെയിം ഇല്ല, അതിന് പകരമായിട്ട് ഒരു പ്ലൈവുഡ് അടുത്ത പ്ലൈവുഡ് അങ്ങനെ പ്ലൈവുഡ് ചേർത്ത് അറ്റാച്ച് ചെയ്ത് രണ്ട് സൈഡ് അറ്റാച്ച് ചെയ്താക്കിയിട്ടുള്ള ഡോറാണ് ലാമിനേറ്റഡ്. കനം കുറഞ്ഞ കുറേ ഷീറ്റുകൾ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ലെയർ ബൈ ലെയർ ആയിട്ട് ഫ്രെയിം ഇല്ലാതെ ഒട്ടിച്ചെടുക്കുന്നതാണ് ലാമിനേറ്റഡ് ഫ്ലഷ് ഡോർ. ഫ്ലഷ് ഡോർ ക്ലിയർ ആയോ? അടുത്തത് ലൂവേർഡ് ഡോർ. ലൂവേർഡ് ഡോർ നമ്മൾ ആദ്യം പറഞ്ഞു, ചെറിയ ചെറിയ ഗ്ലാസിന്റെ അല്ലെങ്കിൽ വുഡിന്റെ ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കും. വെന്റിലേഷൻ പ്ലസ് പ്രൈവസി, അങ്ങനത്തെ ഡോർസിനെയാണ് നമ്മൾ ലൂവേർഡ് ഡോർ എന്ന് വിളിക്കുന്നത്. അപ്പൊ പുറത്തുനിന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അകത്തുള്ളത് കാണാൻ പറ്റില്ല. ആ അകത്തുള്ള റൂമിന്റെ സീലിംഗ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ലൂവേർഡ്, ഞാൻ ആദ്യം അവിടെ പെയിന്റിംഗ് കോഎഫിഷ്യന്റ് പറയാൻ കാരണം നമുക്ക് PSCക്ക് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് ഈ ലൂവേർഡ് ഡോറിന്റെ പെയിന്റിംഗ് കോഎഫിഷ്യന്റ് ചോദിച്ചിട്ടുണ്ട്. 1.5 ഈച്ച് സൈഡ്. 1.5 ഈച്ച് സൈഡ് എന്നുള്ളതാണ് ആൻസർ. ലൂവേർഡ് ഡോറിന്റെ പെയിന്റിംഗ് കോഎഫിഷ്യന്റ് 1.5 ഈച്ച് സൈഡ്. എന്നാൽ ഡയറക്റ്റ് ലൂവേർഡ് ഡോർ എന്നല്ലായിരുന്നു PSC ചോദിച്ചത്. അതിന്റെ മറ്റൊരു പേരായിട്ടുള്ള വെനീഷ്യൻഡ് ഡോർ. വെനീഷ്യൻഡ് ഡോർ എന്ന ഒരു ടേം ആണ് അവിടെ ചോദിച്ചത്. വെനീഷ്യൻഡ് ഡോറിന്റെ പെയിന്റിംഗ് കോഎഫിഷ്യന്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ 1.5 ഈച്ച് സൈഡ്. ലൂവേർഡ് ഡോർ കേട്ടിട്ടുള്ളവര് ഈ പേരും കൂടെ അറിഞ്ഞിരിക്കണം, വെനീഷ്യൻഡ് ഡോർ. അടുത്ത ടൈപ്പ് ഡോറാണ് കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ. കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ പബ്ലിക് ബിൽഡിങ്ങുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു ഗ്രില്ല് പോലെ നമുക്ക് തോന്നുന്ന ഗ്രില്ല് ടൈപ്പ് ഡോറാണ് കൊളാപ്സിബിൾ ഡോർ. ഇപ്പൊ ഈ ഹോസ്പിറ്റല് അതിന്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന പബ്ലിക് ബിൽഡിങ്ങുകളിലൊക്കെ. അപ്പൊ നമുക്ക് അതിങ്ങനെ കൊളാപ്സിബിൾ എന്ന് പറഞ്ഞാൽ അത് നമുക്കിങ്ങനെ ഒരു സൈഡിലേക്ക് രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ തള്ളി നമുക്ക് തുറക്കാൻ പറ്റും. അതിന്റെ ഫിഗർ കാണിക്കാം, കണ്ടോ? ഇതാണ് ഈ കൊളാപ്സിബിൾ, അതായത് കുറെ ഗ്രില്ല് ഫാഷനിലുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തള്ളിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ചേർന്നിരുന്ന് അത് തുറന്നു വരും. പബ്ലിക് ബിൽഡിങ്ങുകൾക്കൊക്കെ നമ്മള് അതിലാണെങ്കിൽ ഒട്ടും ഇങ്ങനെ പാനലിംഗ് ഒന്നുമില്ല, ഇങ്ങനെ ഗ്രില്ല് പോലെ. അപ്പൊ നല്ല വെന്റിലേഷൻ കിട്ടുന്നതാണ്. പണ്ടത്തെ ഒക്കെ ഫിലിമിലൊക്കെ നമ്മൾ ഈ ലിഫ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ രണ്ട് ഗ്രില്ല് ഇങ്ങനെ അടച്ച് ഇടുന്നതൊക്കെ പഴയ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് ഈ കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ എന്ന് പറയുന്നത്. കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പഴയ ടൈപ്പാണ്, പബ്ലിക് ബിൽഡിങ്ങുകളിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അടുത്തത് റിവോൾവിംഗ് ഡോർ. അടുത്തത് വരുന്നത് റിവോൾവിംഗ് ഡോർ ആണ്. റിവോൾവിംഗ് ഡോർ നമ്മൾ ഈ പബ്ലിക് പ്ലേസിലൊക്കെയാണ് ഇങ്ങനെ
ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരാള് അകത്തേക്ക് കയറുമ്പോൾ തന്നെ വേറെ ആൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതാണ് ഒരു സെൻട്രലി ഒരു പിവട്ടിങ് ഉണ്ടായിരിക്കും, എന്നിട്ട് അതിന് നമ്പർ ഓഫ് ലീവ്സും ഉണ്ടായിരിക്കും. ഒരു സെൻട്രൽ പിവട്ടിങ് പിന്നെ നമ്പർ ഓഫ് ലീവ്സും ഉണ്ടായിരിക്കും. അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് റിവോൾവിംഗ് ഡോർ എന്ന് പറയും. അപ്പോൾ ഒരു സമയം ഒരാൾ എൻട്രൻസ് ആയിട്ടും മറ്റൊരു വ്യക്തിക്ക് അത് എക്സിറ്റ് ആയിട്ടും, ഒരാൾക്ക് അകത്തേക്കും, അതായത് കുറെ ക്യൂ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിവോൾവിംഗ് ഡോറ് കൊടുക്കുന്നത്. അടുത്തത് റോളിംഗ് സ്റ്റീൽ ഡോർസ്. റോളിംഗ് സ്റ്റീൽ ഡോർസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഷട്ടർ എന്ന് ഉപയോഗിക്കുന്നു. കടകൾക്കൊക്കെ ഷട്ടർ, സ്റ്റീൽ ഷട്ടറുകൾ നമ്മൾ കണ്ടിട്ടില്ല. അതിനെയാണ് ഈ റോളിംഗ് സ്റ്റീൽ ഡോർ എന്ന് വിളിക്കുന്നത്. അതും രണ്ട് തരത്തിലുണ്ട്. പുഷ് പുൾ, അതായത് നമുക്ക് കൈ വെച്ച് അതിന്റെ ലോക്ക് ഊരിയതിന് ശേഷം മുകളിലേക്ക് തള്ളി അതുപോലെ തന്നെ വലിച്ച് ക്ലോസ് ചെയ്യാം. മുകളിലേക്ക് തള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആകും. അതിനെയാണ് പുഷ് പുള്ള്. ഇനി മൊത്തം ഏരിയ, ആ ഓപ്പണിംഗ് ഏരിയ 10 മീറ്റർ സ്ക്വയറിനേക്കാളും കൂടുതലാണെങ്കിൽ ഈ പുഷ് പുള്ള് കൊടുക്കാൻ പറ്റില്ല. അത് നമുക്ക് തന്നെ ചെയ്യാൻ. അപ്പോഴാണ് നമ്മള് മെക്കാനിക്കൽ ഗിയർ ടൈപ്പ്, പതുക്കെ ഇങ്ങനെ കുറച്ച് ടൈം എടുത്ത് ഇങ്ങനെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് പതുക്കെ പതുക്കെ ഉയർന്ന് വന്നോളൂ. അതാണ് മെക്കാനിക്കൽ ഗിയർ ടൈപ്പ് റോളിംഗ് ഷട്ടർ. റോളിംഗ് സ്റ്റീൽ ഡോർസ് രണ്ട് തരത്തിലുണ്ട്. പുഷ് പുള്ളുണ്ട്, മെക്കാനിക്കൽ ഗിയർ ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഡോറുകളാണ്. ഇനി അടുത്തത് സ്ലൈഡിംഗ് ഡോർ. സ്ലൈഡിംഗ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ഗേറ്റ് കണ്ടിട്ടില്ലേ? അതായത് നമുക്ക് ഏരിയ മാക്സിമം, അതുപോലെ നമ്മുടെ ബസ്സുകളിലൊക്കെ ആണെങ്കിലും ആ പാനല് ഗ്ലാസ് നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം. അതായത് ഇങ്ങനെ തുറക്കുമ്പോൾ ആ ഒരു സ്പേസ്, ആ സ്പേസ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗേറ്റ് ഒക്കെ ഇങ്ങനെ ഈ റോൾ ചെയ്ത് തള്ളി മാറ്റുന്നത്. ഇതിങ്ങനെ തുറന്ന് അത്രയും ഏരിയ ഇല്ല എങ്കിൽ, നമുക്ക് അത്രയും സ്പേസ് ഇല്ല എങ്കിൽ നമ്മൾ സ്ലൈഡിംഗ് ടൈപ്പ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അങ്ങനെ സ്ലൈഡ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് സ്ലൈഡിംഗ് ടൈപ്പ് ഡോർ. അധികം നഷ്ടമില്ല എന്നുള്ളതാണ് ഈ സ്ലൈഡിംഗ് ടൈപ്പ് പ്രത്യേകത. ഇനി അടുത്തത് സ്വിംഗ് ഡോർ. സ്വിംഗ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വോളാണ് കാണിച്ചിട്ടുള്ളത്, ഇത് ഡോറാണ്. അപ്പൊ ഈ ഡോർ ഇങ്ങനെ തുറക്കുമ്പോ ഈ വോളിന്റെ ഈ ഭാഗത്ത് വന്ന് ഡോർ ഇത് ഇത്രയും തുറന്നു കഴിയുമ്പോ ഇവിടെ വന്ന് ഇങ്ങനെ ടച്ച് ചെയ്യാനുള്ള ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഹിഞ്ച് അല്പം വലിപ്പത്തിലുള്ള ഒരു ഹിഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്പെഷ്യൽ അറേഞ്ച്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡോറിനെ നമുക്ക് ഇങ്ങനെ വലിച്ച് ഈ വോളിനോട് ചേർത്ത് ഇങ്ങനെ തുറന്നു വെക്കാൻ പറ്റും. അത്തരം ഡോറിനെയാണ് നമ്മൾ സ്വിംഗ് ഡോർ എന്ന് വിളിക്കുന്നത്. രണ്ട് സൈഡിലേക്ക് നമുക്ക് തുറന്നിട്ട് ആ വോളിനോട് ചേർത്ത്, വോളിൽ ഇങ്ങനെ ആ ഷട്ടർ വന്ന് ഇങ്ങനെ എപ്പോഴും അടിക്കാതെ നമുക്ക് ഇങ്ങനെ തുറന്നു വെക്കാൻ പറ്റും. അത്തരം ഡോറിനെയാണ് നമ്മൾ സ്വിംഗ് ഡോർ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഡോറിൽ കൊടുക്കുന്ന ചെറിയ അകത്ത് ഭാഗം നമ്മൾ നോക്കാനായിട്ട് ഒരു റെക്ടാങ്കുലർ ഓപ്പണിംഗ് കൊടുക്കുക. അതിന് നമ്മൾ പീപ്പ് ഹോൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ പീപ്പ് ഹോളും വീപ്പ് ഹോളും നമുക്ക് മാറിപ്പോകാം. റീറ്റെയിനിങ് വോളിലൊക്കെ വെള്ളം കടന്നു ചോർന്നങ്ങ് പോകുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് വീപ്പ് ഹോള്. ഡോറിൽ ഗ്ലാസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പീപ്പ് ഹോള്. പീപ്പ് ഹോൾ ആൻഡ് വീപ്പ് ഹോൾ ഓർത്തിരിക്കാം. ഇനി അടുത്തത്, ഇപ്പോ ജയിലിന്റെ ഒക്കെ ഡോർ ആണെങ്കിൽ ഒരു വലിയ ഡോർ ഉണ്ടായിരിക്കും, അത് എപ്പോഴും തുറക്കാറില്ല. പകരം അതിലൊരു ചെറിയ ഡോറ് വേറെ കൊടുത്തിട്ടുണ്ടായിരിക്കും ആളുകൾക്ക് അകത്തേക്കും പുറത്തേക്കും. അത് നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. അത്തരം ഗേറ്റ് നമ്മൾ ഒരു ചെറിയ ഡോറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്നത് വിക്കറ്റ് ഗേറ്റ്. ജയിലിന്റെ ഒക്കെ ഡോറില് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് നമ്മൾ ആ ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട്, ഡോർ കംപ്ലീറ്റ് ആയിട്ട് തുറക്കില്ല, അവിടെ ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് വിക്കറ്റ് ഗേറ്റ്.
അപ്പൊ ഇത്രയാണ് ഡോറിനെ സംബന്ധിച്ച് നമുക്ക് PSC പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വിൻഡോസ് ആണ് പഠിക്കാനുള്ളത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വിൻഡോസ് നമുക്ക് പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആയിരുന്നു? എല്ലാവരും നോക്കിയിട്ട് വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിൻഡോയും ബാക്കിയുള്ള പോർഷൻസ് നോക്കാം. താങ്ക് യു.